വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഒരു സൺഡേ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ കുറച്ച് ആളുകൾ തയ്യാറാവുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയാ, അതിന് അതിനെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ ആ ഒരു ഏരിയകളിൽ എന്തെങ്കിലും ഒരു ഇൻപുട്ട് നമുക്ക് ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള ആളുകളായതുകൊണ്ട് മാത്രമാണ് ഒരു സൺഡേ മോർണിംഗിൽ തന്നെ 9 o'clock ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്നത്. നമുക്ക് എല്ലാ സൺഡേസിലും സിജി ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ സിജിയുടെ ഒരു പലതരത്തിൽ കരിയർ ഗൈഡൻസ് എങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളിലേക്കും ഗ്രാസ് റൂട്ടിലേക്കും അല്ലെങ്കിൽ ആവശ്യക്കാരിലേക്കും എത്തിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. എല്ലാ സൺഡേസിലും വ്യത്യസ്ത ടോപ്പിക്കുകളെ ബേസ് ചെയ്തുകൊണ്ട് കരിയർ ഓൺലൈൻ ആസ്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഉണ്ടാവുക. ആസ്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും കരിയർ റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. അത് എല്ലാ സൺഡേസിലും മോർണിംഗ് 9 AM ഇങ്ങനെ ഒരു പ്രോഗ്രാം ആയിട്ടുണ്ട്. അതല്ലാത്ത രീതികളിലാണെങ്കിൽ എല്ലാ ദിവസവും സിജിയുടെ ഓഫീസുകളിൽ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് വിത്ത് യുവർ പാരന്റ്സ്, വിത്ത് യുവർ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, ആരാണോ ഗാർഡിയൻ, ആരുമായിട്ടാണോ നിങ്ങൾക്ക് വരാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ വന്നിട്ടോ എങ്ങനെയായാലും നിങ്ങളുടെ കരിയർ റിലേറ്റഡ് കാര്യങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായും തീർത്ത് വളരെ നല്ല ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന തരത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സിജിയുടെ കരിയർ കൗൺസിലേഴ്സ് എല്ലാ ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4-5 മണി വരെയൊക്കെ കോഴിക്കോട് ചേവായൂർ സിജിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലും ഇപ്പം കുറച്ചു കാലങ്ങളായിട്ട് എല്ലാ ദിവസങ്ങളിലും കോഴിക്കോട് സിജിയുടെ മലപ്പുറം ഓഫീസിലും ഈ സൗകര്യങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് ഈ 2 സൗകര്യങ്ങളും ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ ഉള്ള ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ഇതുപോലുള്ള സെഷനുകളിൽ തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സിജിയുടെ ഓഫീസ് വിസിറ്റ് ചെയ്യാം. അവിടുന്ന് കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകാനും പറ്റും. നിങ്ങളുടെ അറിവിലുള്ള ആളുകളിലേക്ക് ഇങ്ങനെയുള്ള ആവശ്യക്കാർ ഇനിയും ഉണ്ടാവും. എല്ലാവർക്കും ഇതേപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കയറാൻ പറ്റണമെന്നില്ല. എല്ലാ ദിവസങ്ങളിലും അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങളുടെ സർക്കിളിൽ നിങ്ങൾ ഈ കാര്യം ഈ ഇൻഫർമേഷൻസ് ഒന്ന് പാസ് ചെയ്യാന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ സിജിയുടെ കരിയർ ഗൈഡൻസ് മാത്രമല്ല, ഇത് ഒരു മെയിൻ കോർ ഏരിയ ആണ് സിജിയുടെ എന്ന് മാത്രം. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് എഡ്യൂക്കേഷണൽ, സോഷ്യൽ എംപവർമെന്റ്, വെൽബീയിങ് സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരുപാട് പ്രൊജക്ടുകളും സിജി ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അതിലെ ഒരു പ്രധാന പ്രൊജക്ട് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണെന്നുള്ളതാണ്. CDAT വേറെ സിജി ചെയ്യുന്ന വലിയൊരു പ്രൊജക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതേപോലുള്ള സെഷനുകളിൽ നിന്നും നമുക്ക് വേണ്ട രീതികളിൽ കുറെ ഇൻഫർമേഷൻസ് കിട്ടി എന്നല്ലാതെ നമുക്ക് എന്താ പറയാ, ഒരു ഡിസിഷൻ എടുക്കാവുന്നിടത്ത് എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് വീണ്ടും വീണ്ടും നമ്മളെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഡിസിഷൻ മേക്കിങ്ങിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നിങ്ങളുടെ ഡിഫറെന്റ് ഏരിയ ഓഫ് സ്കിൽ സെറ്റുകളെ ഒക്കെ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് അതിനെ റിലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന തരത്തിൽ ഒരു കരിയർ കൗൺസിലർ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു ½ ആ ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഏരിയകളൊക്കെ റെഫർ ചെയ്ത് തരും. 1, 2, 3 2-3 സജഷൻസ് നിങ്ങൾക്ക് കിട്ടും. 10% എന്ന് പറയുന്നില്ലെങ്കിലും അപ് ടു 85% നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഡിസിഷൻ എടുക്കാനും, അതാണ് നമ്മുടെ എക്സ്പീരിയൻസ്, ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാനും ആ എടുത്ത ഏരിയകളിൽ എക്സൽ ചെയ്ത് നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാനും നിങ്ങൾക്ക് പറ്റും. അപ്പൊ ആ ഒരു സംവിധാനം കൂടെ സിജിയിലുണ്ട് എല്ലാ പ്രൊജക്ടുകളോടൊപ്പം എന്നുള്ളതും കൂടെ ഓർമ്മപ്പെടുത്താൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് സൺഡേസ് ആയിട്ട് നമ്മൾ ഫോക്കസ്ഡ് ഏരിയകൾ, ചില പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ നമ്മൾ എത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാത്തതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ട് നമ്മൾ സ്പെഷ്യൽ ഏരിയാസ് മാത്രം റെഫർ ചെയ്തുകൊണ്ട് 2-3 സെഷൻസ് ആയി, ഇപ്പൊ 2-3 സൺഡേസ് ആയി നടന്നു. കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് IISER എന്ന് പറയുന്ന കുറച്ച് സ്ഥാപനങ്ങളും അവിടുത്തെ കോഴ്സുകളും ഉണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അത് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ വേറൊരു ഏരിയ ആണ് തിരഞ്ഞെടുക്കുന്നത്. CUSAT, കുസാറ്റ് എന്ന് അറിയപ്പെടുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനം. കേരളത്തിന്റെ ഒരു എന്താ പറയാ, IIT ബോംബെ എന്ന് വേണമെങ്കിൽ കുസാറ്റിനെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ
അത്രയും വെറൈറ്റി ഓഫ് കോഴ്സസ് മാത്രമല്ല, ആ കോഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും സൗകര്യങ്ങളും കൂടെ അവൈലബിൾ ആയിട്ടുള്ള, കേരളത്തിൽ തന്നെ നിന്ന് പഠിക്കാൻ അതിന്റെ ഒരു ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ, അത് ഏറ്റവും ദൂരെ ഒരു സ്ഥലത്ത് പോയി പഠിച്ചാലേ കിട്ടുള്ളൂ എന്നുള്ളതിന് പകരം ആ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ലഭ്യമായിട്ടുള്ള വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റി. അത് ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത്രയും നല്ല ഇതാണ്. ആ രീതികളിൽ നമ്മൾ അതിനെ അറിയുന്നുണ്ടോ എന്നൊരു സംശയം, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇത് അറിയാത്തതിന്റെ പേരിൽ ആ യൂണിവേഴ്സിറ്റി നമ്മളെ കുട്ടികൾ അവസരങ്ങൾ അവരവിടെ തഴഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയന്റെ, ആ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ലഭ്യമായിട്ടുള്ള വിവിധ കോഴ്സുകളും ആ കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യാലിറ്റീസും യൂണിവേഴ്സിറ്റിന്റെ ജനറൽ സ്പെഷ്യാലിറ്റീസും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി മാത്രം അപേക്ഷിക്കുന്ന ആളുകൾ ഉണ്ടാവും. പല എൻട്രൻസ് എക്സാമിനേഷനുകളുടെ കൂട്ടത്തിൽ ഈ എക്സാമിനേഷനും അപേക്ഷിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സാധനം എങ്ങനെയാണോ നിങ്ങൾ അതിനെ ചെയ്യുന്നത്, ആ ഒരു അപ്രോച്ചിനനുസരിച്ചിട്ട് ഇതിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എഞ്ചിനീയറിംഗ് മേഖലകളിലെ കോഴ്സുകളിലേക്ക് നമ്മൾ മെയിൻലി നോക്കുന്ന ഒരു പരീക്ഷ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ, IITs, NITs, IIITs, സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ് JEE. അപ്പൊ JEE എല്ലാവർക്കും ഒരേപോലെ ക്ലിയർ ചെയ്യാൻ പറ്റുകയോ, അതല്ലെങ്കിൽ അതിൽ നിന്നും ഒരു റാങ്ക് നേടിയെടുത്ത് ഒരു അഡ്മിഷൻ എടുക്കാൻ പറ്റുകയോ ചെയ്തിട്ടില്ലെങ്കിൽ, പിന്നെ ആ ഒരു ഇതിന് പകരം വേറെ എവിടെങ്കിലും ചെന്ന് ചേരുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് എത്തിപ്പെടുക എന്ന്, അങ്ങനെ ഒരു എന്താ പറയാ, ഒരു റോങ് വേ സ്വീകരിക്കാതെ നമുക്ക് ആ ഒരു എക്സാമിനേഷൻ എഴുതുന്ന ഒരാൾ അതേ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ എഴുതേണ്ട ഒരു പരീക്ഷയാണ് കുസാറ്റിലേക്കുള്ള കോഴ്സുകൾക്ക് വേണ്ടി കുസാറ്റ് നടത്തുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, കുസാറ്റിന്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ JEEക്ക് ഒരു സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടി കുസാറ്റിന്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റും കൂടെ എഴുതി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാരണവശാൽ JEEയിൽ ഒരു നല്ലൊരു പെർഫോമൻസ് വെക്കാൻ പറ്റില്ല, എന്തെങ്കിലും ബാഡ് ലക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആ സർക്കംസ്റ്റൻസിന്റെ പേരിലാണെങ്കിൽ, നിങ്ങൾക്ക് കുസാറ്റിൽ കുറച്ചും കൂടെ നല്ല റാങ്ക് വാങ്ങാനും ആ റാങ്ക് പ്രകാരം അവിടെ തന്നെയുള്ള നല്ലൊരു കോഴ്സിലേക്ക് എത്തിപ്പെടാനും പറ്റും. അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഈ എക്സാമിനേഷന്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി, അത് ഇന്ത്യയിൽ, കേരളം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്താണ്. അതിന് നമ്മുടെ ഭാഗ്യം കൊണ്ട് അതിനുള്ള ഒരു ലൊക്കേഷൻ ഉള്ളത്. അത് കൊച്ചിയിൽ. ആ ഒരു ലൊക്കേഷനിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ 3 ക്യാമ്പസുകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ പോകാനായിട്ടുള്ളത്. 3 ക്യാമ്പസ്. ഒന്ന് മെയിൻ ക്യാമ്പസ്, ക്യാമ്പസ് 1 എന്നറിയപ്പെടും. അത് തൃക്കാക്കര തന്നെയാണ് ആ ക്യാമ്പസ് ഉള്ളത്. വേറൊന്ന് ആലപ്പുഴയിൽ പുളിങ്കുന്നിൽ ക്യാമ്പസ് 2 എന്ന് പറയുന്ന ക്യാമ്പസ് കുസാറ്റിന്റെ കീഴിൽ വരുന്നു. പിന്നെ ഒന്ന് ഒരു ലേക്ക് സൈഡ് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു മൂന്നാമത്തെ ഒരു ക്യാമ്പസ്. ഇങ്ങനെ 3 ക്യാമ്പസുകളാണ് കുസാറ്റിന്. ക്യാമ്പസ് എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനുണ്ടാവുക ഈ യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ 3 തരത്തിൽ 3 ക്യാമ്പസുകളിലും എല്ലാ കോഴ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉണ്ടാവണമെന്നില്ല. പക്ഷെ 3 ക്യാമ്പസുകളുടെയും പെക്യുലാരിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ നമുക്ക് അവിടെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ക്യാമ്പസിലുള്ള കോഴ്സുകളായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ ആ ക്യാമ്പസിൽ നമുക്ക് ആ കോഴ്സ് ചെയ്യാൻ പറ്റും. എല്ലാ കോഴ്സും കുസാറ്റിലുള്ള 10-18ഓളം ബിടെക് കോഴ്സുകൾ, 10-11ഓളം ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ, ലോ, മാനേജ്മെന്റ്, ഈ കോഴ്സുകളെല്ലാം 3 ക്യാമ്പസിലും ഇല്ല. പക്ഷെ 3 ക്യാമ്പസുകളിൽ ഓരോ ഏരിയകളിലും ഓരോ കോഴ്സുകളായിട്ടാണ് നമുക്ക് ഉണ്ടാവുന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. പിന്നെ കുസാറ്റിന്റെ ഒരു പ്രത്യേകത, നമ്മൾ അതിന്റെ ഒരു റാങ്കിങ് ഓർഡർ ഒക്കെ നോക്കുകയാണെങ്കിൽ നാക്കിൽ A+ കിട്ടിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളെ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റാങ്ക് ചെയ്യുന്ന ഒരു സ്കെയിലാണ് നാഷണൽ ഇൻഡെക്സ് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിലെ നമ്മൾ NIRF, ആ NIRFന്റെ റാങ്കിങ്ങിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, NIRFലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ 10ാമത്തെ റാങ്കാണ് കുസാറ്റിന്. ഓവറോൾ യൂണിവേഴ്സിറ്റി റാങ്കുകൾ യൂണിവേഴ്സിറ്റികളിൽ എടുക്കുകയാണെങ്കിൽ NIRFന്റെ ഇവിടെയുള്ള ഒരു എത്ര യൂണിവേഴ്സിറ്റികൾ നമുക്ക് എന്ന് പറയാൻ, അത്രയും കൂടുതൽ യൂണിവേഴ്സിറ്റികളുണ്ട്. 3000-ലധികം യൂണിവേഴ്സിറ്റികൾ ഉള്ളതിൽ 34ാമത്തെ റാങ്കാണ് നമുക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ കുസാറ്റിന്റെ റാങ്കിങ് NIRFൽ വരുന്നത്. ഓവറോൾ റാങ്ക് യൂണിവേഴ്സിറ്റികൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാനേജ്മെന്റ്, എല്ലാ ഇതിലും കൂടി ഓവറോൾ ആയിട്ടുള്ള റാങ്കുകൾ വരികയാണെങ്കിൽ 51ാമത്തെ സ്ഥാനമാണ് കുസാറ്റിന്. ഇതൊക്കെ വളരെ നല്ല ഉയർന്ന ഒരു സ്ഥാപനങ്ങളാണ്. കേരളത്തിലെ മറ്റേത് യൂണിവേഴ്സിറ്റികളെക്കാളും ഉയർന്ന റാങ്കുകളുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ റാങ്കിങ് അടിസ്ഥാനത്തിൽ കുസാറ്റ് വരുന്നത്. പിന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്കിലാണെങ്കിൽ നമ്പർ 1 ആണ് കുസാറ്റ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ നമ്പർ 1 ആണ് കുസാറ്റ് വരുന്നത്. അപ്പൊ ഇതൊക്കെ
ആ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് യോജിച്ച കോഴ്സുകൾ അവിടെ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ എടുക്കുന്നതിൽ ഒരു എന്താ പറയാ, കൊച്ചിയിലായിപ്പോയി, കേരളത്തിലായിപ്പോയി എന്നുള്ളത് കൊണ്ട് ഒരു അതിനൊരു ഡിഗ്രേഡ് വരുന്ന ഒരു കാര്യങ്ങളല്ല ഈ കാര്യങ്ങളൊക്കെ. അതിന് ഒരുപാട് പെക്യുലാരിറ്റീസ് കൂട്ടുന്ന കാര്യങ്ങളാണെന്നും, പിന്നെ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റികളുമായിട്ട് MOU വെച്ച കൊളാബറേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയും കൂടിയാണ്. കുറച്ച് കൂടുതൽ ഫോറിൻ യൂണിവേഴ്സിറ്റികളുമായിട്ട് MOU ഉള്ള യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ്. ഫോറിൻ യൂണിവേഴ്സിറ്റികളുമായിട്ട് MOU ഉണ്ടാവുമ്പോൾ എന്താണ് അതിന്റെ ഒരു ബെനിഫിറ്റ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ, അവർക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ പോവാനായിട്ടുള്ള പോയിന്റ് ഗ്രേഡുകളിൽ ഒരു വെയിറ്റേജ് ഇങ്ങനെ MOU ഉള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ കിട്ടും. കേരളത്തിലെ ഫോറിൻ യൂണിവേഴ്സിറ്റികളുമായിട്ട് കൊളാബറേഷൻ കുറച്ച് കൂടുതലുള്ള യൂണിവേഴ്സിറ്റിയാണ്. കേരളത്തിലെ നല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ എന്ന് പറയാൻ വേണമെങ്കിൽ അത്ര ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ് എന്ന് പറയുന്നത്. റഷ്യയിലെ ഒരു എന്താ പറയുക, സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇലക്ട്രോ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് കുസാറ്റിന് MOU ഉണ്ട്. അതേപോലെ തന്നെ പോർച്ചുഗലിലെ യൂണിവേഴ്സിറ്റി ഓഫ് പോർട്ടോ, അതേപോലെ തന്നെ എന്താ പറയാ, ജർമ്മനിയിലെ ടെക്നിഷ്യ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഉണ്ട്. നെതർലാൻഡ്, കാനഡ, ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളുമായിട്ടൊക്കെ MOU സൈൻ ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയും കൂടെയാണ്. അപ്പൊ നമുക്ക് കുസാറ്റിൽ പഠിക്കുമ്പോൾ നമുക്കൊരു റെഫറൽ ലെറ്ററിന് വേണ്ടി, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കൊളാബറേഷനിൽ അതേ സെയിം യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും എക്സ്ചേഞ്ചുകളായിട്ടോ അതല്ലാതെ അതിന്റെ റിസർച്ച് മേഖലകളിലേക്കോ ഹയർ സ്റ്റഡിയിലേക്കോ പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അവിടെയൊക്കെ വേറെ കുട്ടികളെ എടുക്കുന്നതിന് മുമ്പേ നമ്മൾക്ക് പ്രയോറിറ്റി, ഇതേപോലുള്ള ആളുകൾക്ക്, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി പഠിച്ചു വന്ന ആളുകൾക്ക് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷമാണ് വേറെ ജനറൽ സ്റ്റുഡൻസിനെ അവിടെ അഡ്മിറ്റ് ചെയ്യാം. അപ്പൊ ആ പ്രയോറിറ്റി ലിസ്റ്റിലും നിങ്ങൾക്ക് പെടാൻ പറ്റും കുസാറ്റിൽ പോയി കഴിഞ്ഞാൽ എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ വരുന്നത് വേറൊരു അട്രാക്ഷൻ ഓഫ് കുസാറ്റ് എന്ന് പറയുമ്പോൾ പ്ലേസ്മെന്റുകളാണ്. കുസാറ്റിൽ വേറെ എവിടെയുള്ള പ്ലേസ്മെന്റുകളെക്കാട്ടും കുറച്ചും കൂടെ കമ്പനികളുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെ, അതിന്റെ ഏജൻസികളോ അതല്ലെങ്കിൽ ഡീലേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലാതെ തന്നെ ഡയറക്റ്റ് പ്ലേസ്മെന്റുകൾ കമ്പനികളൊക്കെ ഇപ്പം ഡയറക്റ്റ് കമ്പനികൾ തന്നെ പ്ലേസ്മെന്റിന് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെയാണ് കുസാറ്റ്. ഈ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമുക്ക് L&T, ബോഷ്, വെറിസോൺ, പിന്നെ അതേപോലെ തന്നെ റിലയൻസ്, സീമെൻസ്, BMW, നിസാൻ, വെറിസോൺ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട്, ഇതൊക്കെ ടോപ്പ് വേൾഡ് ലെവൽ കമ്പനികളാണ്. അപ്പൊ ഈ കമ്പനികളിലേക്കൊക്കെ നമുക്ക് ഉള്ള റിക്രൂട്ട്മെന്റുകൾ ഡയറക്റ്റ് അതിൽ കുട്ടികൾക്ക്, അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. HP, വെന്താര, ആക്സെഞ്ചർ, ഇന്ത്യൻ ഓയിൽ, MRF, ഇതൊക്കെ ഇൻഫോസിസ് വേൾഡ് ആണ്. ഇതൊക്കെ വരുന്ന കമ്പനി, ഡോക്ടർ റെഡ്ഡീസ്, ഇതൊക്കെ ഇതിൽ വരുന്ന ഈ കുസാറ്റിന്റെ പ്ലേസ്മെന്റുകൾ കൊടുക്കുന്ന, ഡയറക്റ്റ് കുസാറ്റിൽ പ്ലേസ്മെന്റുകൾക്കായിട്ട് വരുന്ന കമ്പനികളും കൂടെയാണ്. അവിടെയുള്ള വിവിധ കോഴ്സുകളിലെ വിവിധ നീഡിനനുസരിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എപ്പോഴും കുസാറ്റിന്റെ എന്താ പറയാ തൂവലുകളാണ്, കുറച്ചും കൂടെ നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കാൻ കുസാറ്റ് നമുക്ക് നൽകുന്ന തൂവലുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, നിങ്ങൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ ഈ രീതികളിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ് എന്നുള്ളതാണ് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊക്കെ നമ്മളെ അതാണ് റിമൈൻഡ് ചെയ്യുന്നത്. അപ്പം ഈ ഏരിയാസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ ഇവിടെയുള്ള ഈ ഒരു പരീക്ഷ എഴുതി നമുക്കിപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് ഈ എക്സാമിനേഷൻ എഴുതി ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് നമ്മൾ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കിയതിനു ശേഷം മതി ബാക്കിയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കുള്ള നിങ്ങളുടെ ഒരു അന്വേഷണം എന്നുള്ളതും കൂടെ ഓർമ്മപ്പെടുത്താനും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു പെക്യൂലിറ്റീസ്. ഇനി നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് ഒന്നും കൂടെ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ, ഇപ്പം കുസാറ്റിന്റെ അപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്, വേരിയസ് കോഴ്സസിലേക്കുള്ള കുസാറ്റിന്റെ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. 3-ാം തീയതി, മാർച്ച് 3 ലാസ്റ്റ് ഡേറ്റ്. എൻട്രൻസ് എക്സാമിനേഷൻ, CAT, കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വേണ്ട, കുസാറ്റിന്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വേണ്ട എല്ലാ എക്സാമിനേഷൻസിനും നമുക്ക് UG PG പ്രോഗ്രാംസിനും 10-3 മാർച്ച് 10-ാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാം. കുസാറ്റ് ഡയറക്റ്റ് അഡ്മിഷൻ ടെസ്റ്റ് അല്ല, ബാക്കിയുള്ള അഡ്മിഷൻ ടെസ്റ്റിൽ കൂടെ അഡ്മിഷൻ പ്രോസസ് അവിടേക്ക് നടത്തുന്ന കോഴ്സുകളിലേക്കൊക്കെ നമുക്ക് 31-ാം തീയതി വരെ നമുക്ക് അതിനും കൂടെ അപേക്ഷിക്കാം. നമ്മൾ നോക്കാം അത് രണ്ടും ഏതാണെന്നുള്ളതൊക്കെ ഇനി വരുന്നതിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതും കൂടെ ഒന്ന് നോക്കാം.
ഓക്കെ, ഇനി അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്മിഷൻ ടെസ്റ്റ് വേണ്ടതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫീസ് 1500 രൂപ. നമ്മൾ വിവിധ ഓരോ കോഴ്സുകൾക്കും ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ടെസ്റ്റുകളാണുള്ളത്. അപ്പൊ ഒരു കുട്ടിക്ക് ചിലപ്പം കുസാറ്റിലുള്ള എല്ലാ കോഴ്സുകളും വേണമെന്നുണ്ട്, ഒന്നല്ലെങ്കിൽ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറെ ടെസ്റ്റുകൾ ആ കുട്ടി എഴുതേണ്ടി വരും. അപ്പൊ ആപ്ലിക്കേഷൻ ഫീസ് ടെസ്റ്റിന്റെ നമ്പേഴ്സിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു 1500 രൂപയാണ് അതിന്റെ ഒരു നോർമൽ ഫീസ് ജനറൽ OBC കാറ്റഗറിക്കാർക്ക്. ആ 1500 രൂപ അടച്ച് ടെസ്റ്റ് എഴുതുന്ന ഒരു കുട്ടിക്ക് 2 ടെസ്റ്റുകളാണ് എഴുതാൻ പറ്റുക. പിന്നെ നമ്മൾ എഴുതുന്ന ഓരോ ടെസ്റ്റുകൾക്കും ഇനിയിപ്പോ ഏതെങ്കിലും ഒരു കോഴ്സുകൾ നിങ്ങൾ എഴുതുന്ന നിങ്ങൾക്ക് വേറൊരു ടെസ്റ്റും കൂടെ എഴുതണമെന്നുണ്ടെങ്കിൽ ഓരോ ടെസ്റ്റിനും നമ്മൾ അഡീഷണൽ ആയിട്ട് 500 രൂപ എക്സ്ട്രാ അടിച്ചുകൊണ്ടിരിക്കാം. അത് ജനറൽ OBC കാറ്റഗറിക്കാർക്ക്, SC ST റിസർവേഷൻകാർക്ക് 1500 രൂപ 2 ടെസ്റ്റുകൾക്ക് 1500 പകരം 700 രൂപയും പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോ ടെസ്റ്റിനും 250 രൂപയുമാണ് അവരുടെ ഫീസ്. ഇത് അപ്ലിക്കേഷൻ ഫീസാണ്, ടെസ്റ്റ് എഴുതാനുള്ള അപ്ലിക്കേഷൻ ഫീസാണ്. ഇതും കൂടെ നമ്മൾ ടെസ്റ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഈ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. എന്തായാലും ആ ഒരു ക്യാഷ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാനായിട്ട്. അപ്പൊ ഇതാണ് അപ്ലിക്കേഷൻ കാര്യത്തിൽ 2 കാര്യങ്ങൾ പറയാനുള്ളത്. മാർച്ച് 3-ന് മുമ്പേ 3 വരെയോ 2 വരെയോ ഒന്നും വെയിറ്റ് ചെയ്യാതെ ഇന്നോ നാളെയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള അപ്ലിക്കേഷൻ കാര്യങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും അസിസ്റ്റൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സിറ്റിയിലെ കരിയർ കൗൺസിലിന് ഉപയോഗപ്പെടുത്താം. നിങ്ങൾ ഏതെങ്കിലും ഒരു കഫേയിലോ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കുന്നതിന് പകരം നിങ്ങൾ തന്നെ ഒന്നും കൂടെ അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചും കൂടെ നന്നാവും. അപ്പൊ ആ ഒരു ഇതും കൂടെ നോക്കി വെക്കാന്ന്. ഇനി നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് കുസാറ്റിലെ വിവിധ കോഴ്സ് നമ്മൾ പറഞ്ഞു. കുറെ പെക്യൂരിയാരിറ്റീസ് ഉണ്ട്. ഈ പെക്യൂരിയാരിറ്റീസ് ഒക്കെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മൾക്ക് വേണ്ട കോഴ്സുകൾ, നമുക്ക് ആവശ്യമുള്ള സാധനം കോഴ്സ് അവിടെ ഉണ്ടോ എന്ന് അറിയണം അല്ലെ, എന്നിട്ടല്ലേ നമുക്ക് എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് കുസാറ്റിലുള്ള കോഴ്സുകൾ എന്ന് നോക്കാം. കുസാറ്റിന്റെ ഒരു പ്രത്യേകത വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് അണ്ടർ വൺ റൂഫാണ്. വേറെ ഏതൊരു യൂണിവേഴ്സിറ്റി എടുത്താലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കോഴ്സ് ഒരു റൂഫിന് താഴെ, ഒരു യൂണിവേഴ്സിറ്റിക്ക് താഴെ ഒരു റൂഫിന് താഴെ തന്നെ കിട്ടുക. വെറൈറ്റി ഓഫ് പ്രോഗ്രാംസുകൾ ഒരു റൂഫിന് കിട്ടുക എന്നുള്ളതാണ് കുസാറ്റിന്റെ പ്രത്യേകത. ആ വെറൈറ്റി ഓഫ് പ്രോഗ്രാമുകൾ പറഞ്ഞാൽ ഒന്ന് കംപ്ലീറ്റ്ലി പ്യുവർലി ടെക്നിക്കൽ ബേസ്ഡ് വരുന്ന എഞ്ചിനീയറിംഗ് ബിടെക് കോഴ്സുകൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട്. പിന്നെ IT കമ്പ്യൂട്ടർ സയൻസ് മേഖലകളിലെ ഒരു ഏരിയ ഓഫ് കോഴ്സസ് നമുക്ക് കുസാറ്റിൽ ലഭ്യമാണ്. ദെൻ ലോ ഏരിയകളിൽ വരുന്ന കോഴ്സുകൾ, ഡിഗ്രി കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന കോഴ്സുകളും +2 കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന കോഴ്സുകളും കുസാറ്റിലുണ്ട്. മാനേജ്മെന്റ് കോഴ്സുകൾ, MBA പ്രോഗ്രാംസുകൾ, റെഗുലർ, പാർട്ട് ടൈം, എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറയുന്ന മാനേജ്മെന്റ് പ്രോഗ്രാംസ്. ലോ പ്രോഗ്രാമും അതേപോലെ തന്നെ +2 കഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക് വരുന്ന 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ. ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ലോ പഠിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന 3 ഇയർ LLB പഠിക്കാനായിട്ടും കുസാറ്റിൽ അവസരങ്ങളുണ്ട്. ദെൻ ഇന്റഗ്രേറ്റഡ് ആയിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ്, ഇന്റഗ്രേറ്റഡ് MCA എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്ക് കുസാറ്റിലുണ്ട്. അതുകൂടാതെ MSc ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ബേസിക് സയൻസ് കോഴ്സുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഈ വിഷയങ്ങളിലൊക്കെ വരുന്ന ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഹോണേഴ്സ് ഡിഗ്രികൾ ഒന്നുകിൽ കിട്ടും, അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് MSc പൂർത്തിയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള 5 ഇയർ കോഴ്സുകൾ കുസാറ്റിൽ വളരെ നല്ല ഫെസിലിറ്റിയോടുകൂടി പഠിക്കാനുള്ള അവസരം. കുസാറ്റിന്റെ വേറൊരു പ്രത്യേകതയാണ് ബാച്ചിലർ വൊക്കേഷൻ അംഗീകരിച്ച, യൂണിവേഴ്സിറ്റി അംഗീകരിച്ച നമുക്ക് ഹയർ സ്റ്റഡി ഓപ്ഷൻസുകൾ ഉള്ള ബാച്ചിലർ വൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കുസാറ്റിലുണ്ട്. അതേപോലെ തന്നെ PG പ്രോഗ്രാമുകളായ മാസ്റ്റർ MTechലെ PG പ്രോഗ്രാമുകൾ, MA PG പ്രോഗ്രാമുകൾ, ഇന്റഗ്രേറ്റഡ് MSc PhD പ്രോഗ്രാമുകൾ, MSc മാത്രം പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രമുള്ള വരുന്ന പ്രോഗ്രാമുകൾ, PhD പ്രോഗ്രാമുകൾ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണ ആളുകൾക്ക്, സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം. ഇതെല്ലാം കുസാറ്റ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ നമുക്ക് പഠിക്കാൻ അവസരങ്ങൾ തരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പം നമ്മൾ ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിവിധ കോഴ്സുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഇനി നമ്മൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിലേക്ക് ഇതൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു പോയത്. ഇനി ഓരോന്നും ഇതൊക്കെ ഉണ്ട്, ഏതൊക്കെ ഏരിയകളാണ് വരുന്നത് നമുക്ക് ഒന്നും കൂടെ നോക്കാം. അതിൽ 10+2 ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക്, +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഏതൊക്കെ കോഴ്സുകളാണ് നമുക്കുള്ളത്.
അതിൽ +2 കഴിഞ്ഞ് പോകാൻ പറ്റുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന കോഴ്സുകളാണ് അവർ കൊടുക്കുന്നത്. 8 സെമസ്റ്ററുകൾ 4 വർഷത്തെ ബിടെക് പ്രോഗ്രാമുകൾ 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ബാച്ചിലർ ടെക്നോളജി എഞ്ചിനീയറിംഗുകളിലെ പ്രോഗ്രാമുകൾ. അതില് 11ഓളം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ആണ് കുസാറ്റ് കൊടുക്കുന്നത്, സപ്ലൈ ചെയ്യുന്നത്. ഒന്ന് സിവിൽ എഞ്ചിനീയറിംഗ്, കോർ ബ്രാഞ്ചുകൾ സിവിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെ? ഇതൊക്കെ നമ്മൾ എല്ലാ കോളേജുകളിലും കേൾക്കുന്ന കാണുന്നതാണ്. കുസാറ്റിലും കുറച്ച് അതിൻ്റെതായ നല്ല രീതികൾ ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റിയോടും. കുസാറ്റിന്റെ മാത്രം ഒരു പ്രത്യേകതകൾ വരുന്നത്, എന്നാൽ കുസാറ്റിൽ മാത്രം എന്ന് പറഞ്ഞാൽ കുസാറ്റിൽ പഠിച്ചത് കൊണ്ട് വളരെ നല്ല ബെനിഫിറ്റ് കിട്ടുന്ന കുറച്ച് കോഴ്സുകളാണ് ഇനി പറയുന്നത്. സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് ബിടെക് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്. 100% എല്ലാ കോഴ്സുകൾക്കും പ്ലേസ്മെന്റുകൾ ഉണ്ടെങ്കിലും കുസാറ്റിന്റെ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് 100% പ്ലേസ്മെന്റോട് കൂടി തന്നെ, അത് നല്ല പാക്കേജോട് കൂടി വരുന്ന ഒരു കോഴ്സാണ്. മറൈൻ എഞ്ചിനീയറിംഗ് അതേപോലെ കുസാറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, വളരെ കുറച്ച് കോളേജുകളിലെ യൂണിവേഴ്സിറ്റികളിലെ നമുക്ക് ഇവിടെ ഉള്ളൂ. IIT-കളിൽ പോലും വളരെ കുറച്ച് IIT-കളിലാണ് നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ കോഴ്സ് ഉള്ളത്. ഇവിടെ നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്ന കോഴ്സും അതേപോലെ തന്നെ ഫുൾ പ്ലേസ്മെന്റോട് കൂടി വളരെ നല്ല രീതികളിൽ പ്രവർത്തിക്കുന്ന ഒരു കോഴ്സാണ്. അതുപോലെ പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കുറച്ച് നല്ല പ്ലേസ്മെന്റ് കൊടുക്കുന്ന എന്നാൽ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും നമുക്ക് പഠിക്കാനില്ലാത്തൊരു. ദെൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. ഇങ്ങനെ 11 കോഴ്സുകൾ, ബിടെക്കിൽ 11 കോഴ്സുകളാണ് നമുക്ക് കുസാറ്റ് തരുന്നത്. ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യണം, ഇതിൽ ഏത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കാം. വെറും പ്ലേസ്മെന്റുകൾ മാത്രം നോക്കിയായിരിക്കരുത് നിങ്ങളുടെ ഒരു സെലക്ഷൻ. നിങ്ങളുടെ സേഫ്റ്റി ആൻഡ് ഫയറിന് 100% പ്ലേസ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ ഉണ്ട്. പക്ഷെ അവിടെ നിങ്ങളുടെ സ്കില്ലും ടാലന്റും അതിലല്ലെങ്കിൽ അത് എടുത്തിട്ട് കാര്യമില്ല. ബാക്കിയുള്ളതിൽ ഏതാണോ കോഴ്സ് ഉള്ളത് അവിടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അവിടുത്തെ പ്ലേസ്മെന്റിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ, അങ്ങനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. നല്ല കോഴ്സാണ്, കുസാറ്റിലെ നല്ല കോഴ്സാണെന്ന് ഒന്ന് എടുത്തു പറഞ്ഞെന്ന് മാത്രമാണ്. അതിൽ എല്ലാവരും അതിന് പോകണമെന്നല്ല, അതിന് കഴിവുള്ള ആളുകൾ അതിന് പോകണമെന്നാണ്. അതിന് വേണ്ട എലിജിബിലിറ്റി നമുക്ക് ബിടെക്കിന് എല്ലായിടത്തേക്കും പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് പഠിച്ചിട്ട് 50% മാർക്ക് വാങ്ങി പാസ്സാവണമെന്നുള്ള ഒരു ജനറൽ എലിജിബിലിറ്റി ആണ്. അത് ചില ഏരിയകളിൽ ഇപ്പം റിസർവേഷൻ കാറ്റഗറിക്കാണെങ്കിൽ പെർസെൻറ്റേജ് കുറയും. ജനറൽ അവർക്ക് വരുന്ന റിലാക്സേഷൻ അവർക്ക് ഇവിടെയും ഉണ്ടാവും. അപ്പൊ അതും എടുക്കാം. ജനറൽ ആയിട്ട് നമുക്ക് ഓവറോൾ 3-നും കൂടെ 50%, സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നിനും 50% എന്നുള്ളതാണ് അതിന്റെ ഒരു എലിജിബിലിറ്റി വരുന്നത്. അതിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കുസാറ്റ് നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ, ഇപ്പൊ പറഞ്ഞ 11-ൽ 10 പ്രോഗ്രാമുകൾക്ക് നമ്മൾ കുസാറ്റ് നടത്തുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റിന്റെ പേപ്പർ 101 എന്ന് പറയുന്ന ഒരു കോഡാണ് നിങ്ങൾ ഇടേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇൻവോൾവ് ചെയ്യുന്ന കോഡ് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ആ കോഡാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മൂന്നിലും കൂടെ 225 ക്വസ്റ്റ്യൻസും 3 മണിക്കൂറും 180 hours ആണുള്ളത്. അപ്പൊ നമുക്ക് 180 minutes 3 മണിക്കൂർ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് 225, പൊതുവേ കുസാറ്റിന്റെ ഒരു പ്രത്യേകത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നതാണ്. 225 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 180 minutes എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് 1 minute പോലും നമുക്കൊരു ക്വസ്റ്റ്യൻസിന് കിട്ടുന്നില്ല എന്നുള്ള ഒരു സംഭവമൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അത് സ്പീഡ്, ആക്യുറസി ഒക്കെ കീപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴൊക്കെ അതിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക എന്നുള്ളതാണ്. അതിൽ പിന്നെ ഇനിയിപ്പോ മറൈൻ എഞ്ചിനീയറിംഗിന്റെ കാര്യം പറയുമ്പോൾ മറൈൻ എഞ്ചിനീയറിംഗ് നമ്മൾ ആ എക്സാമിനേഷൻ എല്ലാം എടുത്തത് സെപ്പറേറ്റ് ആയിട്ട് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി മാരിടൈം കോഴ്സുകൾ കൊടുക്കുന്ന മാരിടൈം കോഴ്സിൽ പെട്ട ഒരു കോഴ്സാണ് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്. അപ്പൊ ആ കോഴ്സിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന IMU നടത്തുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അത് വിളിക്കും. ഇപ്പം വിളിച്ചിട്ടില്ല, അത് വിളിക്കുന്ന സമയം നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ട് ആ പരീക്ഷ എഴുതണം. ഇപ്പം കുസാറ്റ് വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മറൈൻ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് എന്നുള്ളതാണെങ്കിൽ അവിടെ അത് ക്ലിക്ക് ചെയ്യാൻ മാത്രമേ നമുക്കുള്ളൂ. കാരണം പരീക്ഷ എഴുതണ്ട. അത് മറൈൻ എഞ്ചിനീയറിംഗ് വേണ്ട കുട്ടികൾ IMU വിളിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രമേ, കഴിഞ്ഞ വർഷം വന്നൊരു റിഫോമാണ് അത്. ഇതുവരെ ഉണ്ടായിരുന്നത് അവരുടെ കുസാറ്റ് തന്നെ ആയിരുന്നു പരീക്ഷ നടത്തിയിരുന്നത്. ഇപ്പം കുസാറ്റ് പരീക്ഷയിൽ നിന്നും മാറി അഡ്മിഷൻ മാത്രമാക്കി എക്സാമിനേഷൻ IMU കൊടുത്തു. ഓക്കെ, അതാണ് ബിടെക് പ്രോഗ്രാമുകളുടെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് വേറൊരു പ്രോഗ്രാമാണ് +2 കഴിഞ്ഞ കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന MSc ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ. 5 year MSc ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഇൻ ഫോട്ടോണിക്സ്. അതുപോലെ നേരത്തെ പറഞ്ഞ മറൈൻ, സേഫ്റ്റി, നേവൽ ആർക്കിടെക്ചർ പോലെ തന്നെ കുസാറ്റിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് 5 year ഇന്റഗ്രേറ്റഡ് MSc ഇൻ ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ്. വളരെ നേരത്തെ കുസാറ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു കോഴ്സ്. വേറെ എവിടെയും അങ്ങനെ 5 year ഇന്റഗ്രേറ്റഡ്
MSc ഫോട്ടോണിക്സിന് വളരെ കുറച്ച് സ്ഥാപനങ്ങളിൽ മാത്രമേ ഉള്ളൂ. ആകെ 3-4 സ്ഥാപനങ്ങളാണുള്ളത്. വളരെ പഴയ ഒരു സ്ഥാപനമാണ് ഈ കോഴ്സ് കൊടുക്കുന്ന കുസാറ്റ്. നിങ്ങൾക്ക് അത് ഓർത്ത് ചെയ്യാം. അതേപോലെ തന്നെ 5 year integrated MSc in Computer Science വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് സ്പെഷ്യലൈസേഷനോടുകൂടിയുള്ള കോഴ്സ്. ദെൻ 5 year integrated MSc in Biological Science എന്ന് പറയുന്ന ഇന്റഗ്രേറ്റഡ് കോഴ്സ്. MSc in Chemistry, MSc in Maths, MSc in Statistics, MSc in Physics and MSc in Environmental Science and Technology. ഇങ്ങനെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ 11 BTech പ്രോഗ്രാമുകൾക്ക് അപ്പുറത്തേക്ക് ഈ 8 5 year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്കും കൂടെ അവസരങ്ങളുണ്ട്. അപ്പൊ ഞാൻ BTechന് പോകുന്നില്ല, അതുകൊണ്ട് കുസാറ്റ് അപ്ലൈ ചെയ്തില്ല എന്നല്ല. ഇന്റഗ്രേറ്റഡ് ആയിട്ട് സയൻസ് കോഴ്സുകൾ പഠിച്ച് അതിന്റെ റിസർച്ചിലേക്കും അതിന്റെ കുറച്ചും കൂടെ ഇൻഡസ്ട്രി ഫീൽഡുകളിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വേറെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ കുസാറ്റിൽ കിട്ടും. കാരണം കുസാറ്റിൽ ഇൻഡസ്ട്രി ഓറിയന്റഡ് സാധനം BTech പ്രോഗ്രാമുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് കെമിസ്ട്രി പഠിച്ച ആളുകൾക്കും മാത്തമാറ്റിക്സ് പഠിച്ച ആളുകൾക്ക് IT ഫീൽഡുകളിലേക്കും ഒക്കെയുള്ള പ്ലേസ്മെന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇങ്ങനത്തെ ഒരു കോഴ്സുകൾ പ്യുവർ സയൻസിലെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സ് സെലക്ട് ചെയ്യാം. എൻട്രൻസ് എക്സാമിനേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതും പരീക്ഷ എഴുതേണ്ടത് നേരത്തെ പറഞ്ഞ BTechലേക്ക് എഴുതേണ്ട എക്സാമിനേഷൻ തന്നെയാണ്. 101 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന് പറയുന്ന എക്സാമിനേഷൻ. അതിൽ ബയോളജി ഇന്റഗ്രേറ്റഡ് ബയോളജി സയൻസ്, അതേപോലെ തന്നെ ബയോളജി സയൻസിന് നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മറ്റേതിന് നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ടായാൽ മതി, ബയോളജി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ 5 year ഇന്റഗ്രേറ്റഡ് ബയോളജി സയൻസിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫീൽഡുകളിൽ +2 സെലക്ട് ചെയ്യും വേണം. ആ ഒരു സ്ട്രീമാണ് നമ്മൾ ഇതിനു വേണ്ടി സെലക്ട്. അതാണ് 104 എന്ന് പറയുന്ന ഒരു സ്ട്രീമാണ് എക്സാമിനേഷന് വരുന്ന കോഡ്. ആ കോഡാണ് നിങ്ങൾ ഇന്റഗ്രേറ്റഡ് ബയോളജി സയൻസ് ആണ് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ. ഇനി ഫോർ എൻവയോൺമെന്റൽ സയൻസ് ഇന്റഗ്രേറ്റഡ് എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കണമെങ്കിൽ either എഞ്ചിനീയറിംഗിന് നേരത്തെ നമ്മൾ പറഞ്ഞ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അടങ്ങുന്ന 101 അല്ലെങ്കിൽ ബയോളജി സയൻസിലേക്ക് വേണ്ട 104 നമുക്കുണ്ട്. ഈ 2 സ്ട്രീം എടുത്തു. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് പഠിക്കുന്ന കുട്ടിക്കും എൻവയോൺമെന്റൽ സയൻസ് പോകാം. ഫിസിക്സ് കെമിസ്ട്രി ഇനിയിപ്പം മാത്സ് ഇല്ലാതെ ബയോളജി മാത്രം പഠിക്കുന്ന കുട്ടിക്കും എൻവയോൺമെന്റൽ സയൻസിന് പോകാമെന്നുള്ളത് കാരണം അതിൽ നിന്നും ക്ലിയർ ആവും. ഓക്കെ, ഇനി ഈ MSc പ്രോഗ്രാമുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ 5 വർഷം കുസാറ്റിൽ തന്നെ ബ്ലോക്ക് ആയി പോകും എന്നുള്ളൊരു പേടിയോ അതല്ലെങ്കിൽ ബോറടിച്ചു കഴിഞ്ഞാൽ 3 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ കോഴ്സ് ചേർന്ന് കഴിഞ്ഞാലുണ്ടെങ്കിൽ അതിൽ നമുക്ക് അവിടെ എക്സിറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സൗകര്യം കൂടെ അവിടെ ലഭ്യമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ 6 സെമസ്റ്റർ 3 വർഷം കഴിഞ്ഞാൽ ഒരു BSc ഡിഗ്രി നമ്മൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും പഠിക്കുന്ന പോലെ BSc ഡിഗ്രി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് അവിടുന്ന് പോരാം. പിന്നെ പരീക്ഷകളൊക്കെ എഴുതി കുസാറ്റ് അല്ലാത്തൊരു സ്ഥാപനത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ 2 year PG. ഇനി അങ്ങനെയല്ല 4 വർഷം കഴിഞ്ഞിട്ടാണ് പോരുന്നത് എന്നുണ്ടെങ്കിൽ 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോണേഴ്സ് ഡിഗ്രി ഉണ്ട്. 4 year ഹോണേഴ്സ് ഡിഗ്രി ഏതാണോ നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്ട് ആ ഹോണേഴ്സ് ഡിഗ്രി കിട്ടും. ആ ഹോണേഴ്സ് ഡിഗ്രിയുടെ വെയിറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 1 year PG ചെയ്യുകയോ അതല്ല എൻട്രൻസ് എക്സാമിനേഷനുകൾ വഴി നമുക്ക് PhD പോലുള്ള ഓപ്ഷൻസുകളിലേക്ക് എടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് ഒരു സയൻസ് പഠിച്ച കുട്ടികൾക്ക് കുസാറ്റിലുള്ള അവസരങ്ങളും കോഴ്സുകളും സയൻസ് എടുത്ത ആളുകൾക്കുള്ള ഓപ്ഷൻസ്. ഇനി വരുന്നത് നമുക്ക് കുസാറ്റിന്റെ ഒരു പ്രത്യേകതയായ കോഴ്സുകൾ 5 year ഇന്റഗ്രേറ്റഡ് ലോ പ്രോഗ്രാമുകൾ. ഏത് ബ്രാഞ്ച് പഠിച്ച ആളുകൾക്കും പോവാൻ പറ്റുന്ന 2 കോഴ്സുകളും കമ്പ്യൂട്ടർ സയൻസ് മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾ ഓപ്ഷനായിട്ട് പഠിച്ച കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു കോഴ്സും അതിനാണ് BSc LLB എന്ന് പറയുന്നത്. 5 year ഇന്റഗ്രേറ്റഡ് BA LLB ഹോണേഴ്സും 5 year ഇന്റഗ്രേറ്റഡ് BCom LLB ഹോണേഴ്സ് പ്രോഗ്രാമുമാണ് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന 2 ലോ പ്രോഗ്രാമുകളും. 5 year ഇന്റഗ്രേറ്റഡ് BSc LLB കോഴ്സുകളും നമുക്ക് കമ്പ്യൂട്ടർ സയൻസോ മാത്സോ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പോവാൻ പറ്റുള്ളൂ. അതില് BBA BCom LLBക്ക് ആണെങ്കിൽ സയൻസ് സ്ട്രീം എടുത്തവർക്ക് 60% മാർക്ക് കിട്ടി പാസ്സാവണം. എന്നാൽ 55 ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് പഠിക്കുന്ന ആളുകൾക്ക് 55% മാർക്ക് മതി +2. ഇനി BSc LLBക്ക് ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു 50% മാർക്ക് വാങ്ങണം. മാത്തമാറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്. അവിടെ അതാണ് BSc LLB. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് സൈബർ സെക്യൂരിറ്റി ഹാക്കിംഗ് ഈ ഫീൽഡുകളിലേക്കൊക്കെ ഉള്ള കുറച്ചും കൂടെ ഒരു എൻട്രി ആണ് ഈ BSc LLB എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസിൽ
ഉള്ളത്. അപ്പൊ IT റിലേറ്റഡ് ഏരിയകളിൽ ലോയും കൂടെ കമ്പൈൽ ചെയ്ത് വരുന്ന ഒരു നല്ല രീതിയിൽ നല്ല ജോലി സാധ്യതകൾ ഇനിയുള്ള ഒരു ഫ്യൂച്ചറിലൊക്കെ വരുന്ന ഒരു ഏരിയയും കൂടെയാണ്. ഓക്കെ, ഇനി 3 ഇയർ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളുകൾ ഇതിലുണ്ടെങ്കിൽ അവർക്ക് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഗ്രാജുവേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് LLBക്ക് പോകണം എന്നതിലുള്ളവർ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം കുസാറ്റിൽ 3 ഇയർ LLB പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും കൂടെ ഉണ്ട്. അതും നിങ്ങൾക്ക് എനി ഡിഗ്രി, ഏത് ഡിഗ്രി എടുത്താലും, ഏതൊരു സയൻസ്, കൊമേഴ്സ്, ആർട്സ് ഏത് എടുത്തു കഴിഞ്ഞാലും 50% മാർക്ക് വാങ്ങി പാസ്സായാൽ നിങ്ങൾക്ക് 3 ഇയർ LLB പ്രോഗ്രാമുകൾ എടുത്തു പഠിക്കും. വേറെ കുസാറ്റിന്റെ വേറൊരു പ്രത്യേകപ്പെട്ട വേറൊരു കോഴ്സാണ് നമ്മൾ ഇന്ന് ബിടെക് വേണ്ട, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങനെ ജനറൽ ആയിട്ട് കേൾക്കുന്നത് വേണ്ട, BCA അങ്ങനെ പോവാം എന്നൊക്കെ പറയുന്ന കുട്ടികൾ കൂടുതലുണ്ട്. അവർക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് 5 ഇയർ ഇന്റഗ്രേറ്റഡ് MCA പ്രോഗ്രാം, ബിടെക് കുസാറ്റ് കുറച്ചുകൂടെ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ മേഖലകളിൽ ഒരു പയനിയർ സ്ഥാപനം കൂടെ ആയതുകൊണ്ട് തന്നെ ഈ MCA-കാർക്കും മറ്റവരെ പോലെ കുറച്ചുകൂടെ നല്ല രീതികളിൽ പ്ലേസ്മെന്റുകൾ കിട്ടാൻ അവസരങ്ങളുള്ള ഏരിയയാണ്. അപ്പോൾ 5 ഇയർ ഇന്റഗ്രേറ്റഡ് MCA പ്രോഗ്രാം ആണ്. കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഇൻഫർമേഷൻ പ്രാക്ടീസ് ഒക്കെ 1 ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് +2 പാസ്സാവണമെന്നാണ് എലിജിബിലിറ്റിയിൽ അവർ പറയുന്നതെങ്കിലും പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ 101 എന്ന് പറഞ്ഞ പേപ്പറാണ് എഴുതണമെന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറഞ്ഞ പേപ്പർ 3 എഴുതണം. അപ്പൊ സയൻസ് പഠിക്കണമെന്ന് അതിൽ ഇൻഡയറക്ട്ലി അത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. എലിജിബിലിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസ് 1 ഓഫ് ദ സബ്ജക്ട് പഠിച്ചാലും നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി ഒന്നും പഠിക്കാതെ ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല 101 ടെസ്റ്റ്. അപ്പം അതാണ് അതിൽ ചെയ്യാനുള്ളത്. ഓക്കെ, വേറെ ഞാൻ പറഞ്ഞു ഒരു പ്രത്യേക പ്രോഗ്രാം ഉണ്ട് കുസാറ്റിൽ. നമ്മൾ വേറെ പല സ്ഥലങ്ങളിലും കേൾക്കുന്ന BVOCന് അന്വേഷിച്ച് പോകുമ്പോൾ അംഗീകാരമില്ല, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ആണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന കോഴ്സാണ്. അതേ സ്ഥലത്ത് അത് കുസാറ്റിലായിട്ട് വരുമ്പോൾ 3 ഇയർ BVOC പ്രോഗ്രാം ഇൻ ബിസിനസ് പ്രോസസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്. നമ്മൾ കുട്ടികൾ ഇന്ന് ഒരുപാട് അന്വേഷിക്കുന്ന ഒരു സാധനമാണ് ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ്, ഡാറ്റ ബിസിനസ് പ്രോസസ് എന്നൊക്കെ പറയുന്ന ഏരിയകൾ. അതിന് വേണ്ടി അത് ഇൻഡസ്ട്രി പ്രാക്ടീസോടുകൂടി കൊടുക്കുന്ന നല്ലൊരു സ്ഥാപനമാണ് കുസാറ്റും. അതുപോലെ തന്നെ പ്ലേസ്മെന്റുകളും അവിടെ BVOC ഡിപ്പാർട്ട്മെന്റിനോടൊക്കെ ഡയറക്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ മനസ്സിലായത് നല്ല പ്ലേസ്മെന്റുകൾ കുട്ടികൾ കൊടുക്കും. കുറച്ചുകൂടെ തിയററ്റിക്കലി പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്, പ്രയാസം അല്ലെങ്കിൽ ഇഷ്ടക്കുറവ്, അവർക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടും ഹാൻഡ്സ് ഓൺ രീതികളിലും പഠിക്കാൻ കൺസെപ്റ്റ് ലെവൽ പഠനമൊക്കെ ഇഷ്ടമുണ്ട്. അക്കാഡമിക് ലെവലുകളിൽ കുറച്ച് തിയറി ബേസിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമുക്ക് വിടാൻ പറ്റിയ ഒരു കോഴ്സാണ് BVOC ബിസിനസ് പ്രോസസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്. ഈ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെന്നെങ്കിലൊക്കെ BVOC കഴിഞ്ഞാൽ PG കോഴ്സുകൾക്കൊക്കെ പോകാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ കുസാറ്റിന്റെ BVOC ബിസിനസ് പ്രോസസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് കഴിഞ്ഞാൽ അവർക്ക് MCA, MSc ഡാറ്റ സയൻസ് അങ്ങനെയുള്ള ഓപ്ഷൻസിലേക്ക് യൂണിവേഴ്സിറ്റികൾ ചില യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. കുസാറ്റ് തന്നെ അവരുടെ എംവോക്കും അവിടെ കോഴ്സ് ഉണ്ട്. MCA എന്ന് പറഞ്ഞ കോഴ്സിനും കുസാറ്റിൽ തന്നെ ഈ കുട്ടികൾക്ക് PG വേണമെങ്കിൽ അങ്ങനെയും പോവാം. BVOC പഠിക്കുന്നത് ചില കുട്ടികൾ PG ഒന്നും ചെയ്യാതെ ജോലിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ +2 മാത്സ്, സ്റ്റാറ്റി, ഇക്കണോമിക്സ് as 1 ഓഫ് ദ സബ്ജക്ട്. അപ്പൊ സയൻസ് എടുത്തവർക്കും കൊമേഴ്സ് എടുത്തവർക്കും ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും പോകാൻ പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. ഹ്യൂമാനിറ്റീസിൽ ഇക്കണോമിക്സ് ഉണ്ടാവും, മാത്സ് നമുക്ക് സയൻസിലും കൊമേഴ്സിലും ഉണ്ടാവും, സ്റ്റാറ്റി ആണെങ്കിലും അതേപോലെ തന്നെ കൊമേഴ്സ് ഉണ്ട്. അപ്പൊ ആർക്കും പോവാം. പക്ഷെ കുറച്ചും കൂടെ IT റിലേറ്റഡ് മേഖലകളിലും റീസണിങ് ഏരിയകളിലും ഒക്കെ കോഴ്സും ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒന്നും കൂടെ ജോലി സാധ്യതകൾ കണ്ടെത്താൻ പറ്റും. പിന്നെ ഇനിയിപ്പോ പോളിടെക്നിക് കോഴ്സുകൾ കഴിഞ്ഞ ആളുകൾ, നിങ്ങൾ ഇതെല്ലാം ഒരുപക്ഷെ ഇതിലുള്ള എല്ലാവർക്കും ആവശ്യമുള്ളതല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും. പോളിടെക്നിക് കഴിഞ്ഞ ആള് നിങ്ങളെ വീട്ടിൽ തന്നെ ആരെങ്കിലും കസിനോ, ബ്രദറോ, നീസോ ആരായിട്ട് ഉണ്ടെങ്കിലും അവരോട് പറയാം, നീ പോളിടെക്നിക് കഴിഞ്ഞാൽ BTECന് നിനക്ക് ഇനിയും ലാറ്റർ എൻട്രി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് കുസാറ്റിനുണ്ട്, അത് എഴുതിയിട്ട് ഏറ്റവും നല്ല സ്ഥാപനമായ കുസാറ്റിൽ നിനക്ക് പോകുന്നത്. അതാണ് പോളിടെക്നിക് കഴിഞ്ഞവർക്ക് 3rd സെമസ്റ്ററിലേക്ക് ലാറ്ററൽ എൻട്രി പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും കൂടെ കുസാറ്റ് കിട്ടുന്നത്. അവിടെയുള്ള എല്ലാ കോഴ്സുകളിലേക്കും ഈ പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് മറൈൻ നാവൽ ആർക്കിടെക്ചർ എന്നുള്ള 2 കോഴ്സുകളാണ് അവർ അതിനെ ഒഴിവാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് +2കാർക്ക് പോവാനും ചെയ്യാനും ഒക്കെ ഉള്ള കുറെ പലതരത്തിലുള്ള ഡിഫറെന്റ് ഏരിയാസ് കോഴ്സുകൾ. ഇനി ഒരു ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് കുസാറ്റ് ഓഫർ ചെയ്യുന്നത്, കോഴ്സ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ PG പ്രോഗ്രാമുകൾ 28 PG പ്രോഗ്രാമുകളാണ് നമുക്ക് കുസാറ്റിൽ ഉള്ളത്. MSc സയൻസ്, കുസാറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ സ്ഥാപനമാണെങ്കിലും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും മാറി അവർ സയൻസിലേക്ക് ക്ലബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാനേജ്മെന്റ് ഓപ്ഷൻസ്, അതേപോലെ തന്നെ MA ഇക്കണോമിക്സ് അങ്ങനെ പറയുന്ന കോഴ്സുകൾ. അപ്പം സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്. ഇതേപോലുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് ജനറലി. അതിൽ
ഒരു വേറെ ഏതെങ്കിലും ഇപ്പം ബൈ ചാൻസ് നിങ്ങൾക്ക് ഇനിയിപ്പം കുസാറ്റിൽ +2 കണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാലും നിങ്ങൾക്ക് കുസാറ്റിൽ പോകാൻ അവസരം MSc മാത്സ്, MSc ഫിസിക്സ്, MSc കെമിസ്ട്രി, MSc സ്റ്റാറ്റി, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വിത്ത് ഡാറ്റാ സയൻസ്, ഫോറൻസിക് സയൻസ്, ഇലക്ട്രോണിക് സയൻസ്, ഹൈഡ്രോ കെമിസ്ട്രി, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം കുട്ടികൾ ഫോറൻസിക് സയൻസ് എന്നൊക്കെ +2 കഴിഞ്ഞ് ചോദിച്ചു വരുന്ന ആളോട് ഇതൊക്കെയാണ് നമുക്ക് നല്ല രീതികളിൽ റെഫർ ചെയ്യാനുള്ളത്. നേരെ +2 കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രാജുവേഷൻ തലത്തിൽ ഫോറൻസിക് സയൻസ് അല്ലാതെ MScയിൽ ഫോറൻസിക് സയൻസ് നമുക്ക് സയൻസ് ഡിഗ്രികൾ എടുത്തതിന് ശേഷം കുസാറ്റിൽ പോയി പഠിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മാത്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് MSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ MSc CS വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഡാറ്റാ സയൻസ് പോലുള്ള കോഴ്സുകൾ എടുക്കാം. പ്യുവർ സയൻസിൽ റിസർച്ച് ഓറിയന്റഡ് പോകാനുള്ള കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെയും പോകാനുള്ള അവസരം. അതിൽ ബയോടെക്നോളജി, മൈക്രോബയോളജി, പിന്നെ കുട്ടികൾ വെറൈറ്റി ആയിട്ട് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ മറൈൻ ജിനോമിക്സ്, മറൈൻ ബയോളജി, ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, മറൈൻ ജിയോ ഫിസിക്സ്, മറൈൻ ജിയോളജി, ഓഷ്യനോഗ്രഫി, ഇതൊക്കെ മെറ്റീരിയോളജി, എല്ലാം ഡിഫറെന്റ് ഇതിൽ വരുന്ന കോഴ്സുകളാണ്. എൻവയൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാം. പക്ഷെ നമ്മൾ ആ കോഴ്സുകളുടെ പേരുകൾ കൊണ്ട് മാത്രം അട്രാക്ട് ചെയ്ത് പോകരുത്. കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസരങ്ങളിൽ ഏതാണ് എനിക്ക് പറ്റുക, റിസർച്ച് ആണ് അധികം. ഈ പറഞ്ഞ എല്ലാ കോഴ്സുകൾക്കും റിസർച്ച് ആണ് കൂടുതൽ ഓപ്ഷൻസ് വരുന്നത്. ആ ഒരു ഏരിയകളിൽ റിസർച്ച് ചെയ്യാനും പോവാനും താല്പര്യമുള്ള ആളുകൾക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ പറ്റും. അല്ലാതെ MSc സുവോളജിയോ BSc സുവോളജിയോ ഫിസിക്സോ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി ഫിസിക്സ് വേണ്ട, സുവോളജി വേണ്ട, എന്നാൽ കുസാറ്റിലെ ഓഷ്യനോഗ്രഫിക്ക് പോയേക്കാം, മറൈൻ ജിയോളജിക്ക് പോയി അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരാണ് അവിടെ ബ്ലോക്ക് ആവുന്നത്. ഇത് ഈ തരത്തിൽ റിസർച്ച് ചെയ്ത് പോവാം. ഈ കോഴ്സുകൾക്കൊക്കെ ഫോറിൻ യൂണിവേഴ്സിറ്റികളുമായിട്ട് നേരത്തെ പറഞ്ഞ MOUയും കൊളാബറേഷനും ഒക്കെ ഉണ്ട്. അപ്പൊ റിസർച്ച് നമുക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ചെയ്യാനുള്ള ഒരു പ്ലാനോട് കൂടി പോവുകയാണെങ്കിൽ നോ ഇഷ്യൂസ്, നല്ല രീതികളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. MSc ഇക്കണോമെട്രിക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ടെക്നോളജി വളരെ നല്ല രീതികളിൽ ഇന്നിപ്പോൾ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇക്കണോമെട്രിക്സും ഫൈനാൻഷ്യൽ ടെക്നോളജി. ഫൈനാൻഷ്യൽ ടെക്നോളജി ഡിപ്ലോമകളൊക്കെ ഇപ്പൊ MBA ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകൾ ആ ഫീൽഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിന്റെ മാത്രം ചെറിയ ഡിപ്ലോമകൾ എവിടെയാണുള്ളത് എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലമാണ്. അതേപോലെ തന്നെ എന്താ പറയാ, ഫൈനാൻഷ്യൽ ടെക്നോളജി, ഇക്കണോമെട്രിക്സ് പോലുള്ള 2 സ്പെഷ്യലൈസേഷൻ അത് ചെയ്യാൻ പറ്റും. MSc സീ ഫുഡ് സേഫ്റ്റി ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന കുറച്ചുകൂടെ ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്ത് വരുന്ന കോഴ്സുകൾ. MVOC നേരത്തെ പറഞ്ഞ BVOCകാർക്ക് ഇവിടെ ഈ MVOC വേണമെങ്കിൽ എടുക്കാം. MVOC ഇൻ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ MVOC ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് പറയുന്ന കോഴ്സുകൾ. ദെൻ നേരത്തെ നമ്മൾ 5 ഇയർ ഇന്റഗ്രേറ്റഡ് ആയിട്ട് പറഞ്ഞിരുന്നത് ഇപ്പൊ 2 ഇയർ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA നേരത്തെ BVOCകാർക്കും എടുക്കാൻ പറ്റുന്ന കോഴ്സാണ്. ദെൻ ഹ്യൂമാനിറ്റീസ് ഏരിയകളിൽ വരുന്ന 2 കോഴ്സുകളാണ് MA അപ്ലൈഡ് എക്കണോമിക്സും MA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഏരിയകളും. എക്കണോമിക്സ് പഠിച്ച ആളുകൾക്കും ഹിന്ദി ലാംഗ്വേജ് ഗ്രാജുവേഷൻ ലെവലുകളിൽ എടുത്ത ആളുകൾക്കും പോകാൻ പറ്റുന്ന 2 ഏരിയാസ് ആണ്. ഈ ഒരു കോഴ്സുകളും കൂടെ കുസാറ്റിലുണ്ട്. ദെൻ MBA ഫുൾ ടൈം, പാർട്ട് ടൈം, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം. MBA ഫുൾ ടൈം റെഗുലർ ആയിട്ട് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോകുന്ന ഒരാൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റുന്ന കോഴ്സ്. പാർട്ട് ടൈം കോഴ്സുകൾ വർക്കിംഗ് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. എക്സിക്യൂട്ടീവ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന MBA പ്രോഗ്രാമുകളും കുസാറ്റിന്റെ ഒരു പ്രത്യേകത. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഇയർ LLBക്ക് ശേഷം പോകാൻ പറ്റുന്ന സ്പെഷ്യലൈസേഷനുകൾ LLM, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളായിട്ട് PhD, LLM വിത്ത് PhD, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നൊക്കെ പറയുന്ന സ്പെഷ്യലൈസേഷനുകളുണ്ട്. ജനറൽ ആയിട്ട് IPR-ൽ 2 ഇയർ LLM പ്രോഗ്രാമുകളും എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കുസാറ്റ് നടത്തുന്ന ഇപ്പം അപേക്ഷ ക്ഷണിച്ച ഈ ഒരു കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ് ഈ പറഞ്ഞ കോഴ്സുകളിലേക്കൊക്കെ ഉള്ളത്. അതിൽ MBA MTech പ്രോഗ്രാമുകൾക്ക് കുസാറ്റ് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നില്ല. MBAക്കുള്ള അപ്ലിക്കേഷൻ പ്രോസസ്സാണ് മെയ് 31 തീയതി വരെ ഉള്ളത്. പരീക്ഷ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത് MBAക്ക് ഓൾ ഇന്ത്യയിൽ അംഗീകരിച്ച ഒന്നുകിൽ IIM നടത്തുന്ന CATന്റെ എൻട്രൻസ് എക്സാമിനേഷന്റെ സ്കോർ, അതല്ലെങ്കിൽ CMAT എന്ന് പറയുന്ന MBAക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ, അല്ലെങ്കിൽ കേരളത്തിലെ KMAT, MAT, ഇതേപോലുള്ള എഞ്ചിനീയറിംഗിന് ഓൾ ഇന്ത്യ ലെവലുകളിൽ അംഗീകരിച്ചിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷന്റെ സ്കോർ, ആ സ്കോർ കുസാറ്റിന്റെ അപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ എൻ്റർ ചെയ്ത് കിട്ടുന്ന റാങ്ക് അനുസരിച്ചിട്ടാണ് നടത്തുന്നത്. MBAക്കുള്ള അഡ്മിഷൻ നടത്തുന്നത്. അതേപോലെ തന്നെ MTechനുള്ള അഡ്മിഷൻ കുസാറ്റ് സെപ്പറേറ്റ് എക്സാമിനേഷൻ നടത്തുന്നതിന് പകരം MTechന് ഇവിടെ അംഗീകരിച്ച എക്സാമിനേഷനായ
ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ GAT എന്ന് പറഞ്ഞ എൻട്രൻസ് എക്സാമിനേഷന്റെ സ്കോറുകൾ. ഇനി ഈ സ്കോർ ഇല്ലാത്ത കുട്ടികൾ ആണ് വന്നത്, അവിടെ സീറ്റ് വേക്കന്റും ഉണ്ടെങ്കിൽ ഇവർ തന്നെ കുസാറ്റ് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് DAT എന്ന് പറഞ്ഞൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും. അതുവഴിയും ഇവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾക്ക് ഒരു കുട്ടിക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമുകളും അതേപോലെ തന്നെ ഇപ്പൊ MSc പ്രോഗ്രാമുകൾ, പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടില്ലേ, എവിടെ ഇല്ലാത്തതിനേക്കാളും ഒരുപാട് വെറൈറ്റി ഓഫ് കോഴ്സസ് ആണ് വരുന്നത്. അതുപോലെ തന്നെയാണ് MTech അല്ലെങ്കിൽ ടെക്നോളജിയിലെ BTech കഴിഞ്ഞ ആളുകൾക്കും MSc കഴിഞ്ഞ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന MTechലുള്ള സ്പെഷ്യലൈസേഷനുകളും വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സോഫ്റ്റ്വെയർ, ഡാറ്റാ സയൻസ്, അതേപോലെ തന്നെ സ്ട്രക്ചറൽ ഡിസൈൻ ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ, അങ്ങനെയൊക്കെ പറയുന്ന സ്പെഷ്യൽ നീഡ് വരുന്ന കോഴ്സുകൾ അവിടെ ധാരാളം കുസാറ്റിലുണ്ട്. അതിൽ VLSI ഒക്കെ നമുക്ക് എംബഡഡ് സിസ്റ്റം ഒക്കെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കുന്നതാണ്. മൈക്രോവേവ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ കോഴ്സ് തന്നെയാണ്. ഓട്ടോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജി. ഡിമാൻഡ് ആയിട്ടുള്ള ഈ ഡാറ്റാ സയൻസിലെ പലതരത്തിലുള്ള ക്ലബിംഗ് വരുന്ന കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഡാറ്റാ സയൻസും ഡാറ്റാ അനാലിസിസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, നേരത്തെ പറഞ്ഞ നമ്മൾ ലോയിൽ ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് കമ്പ്യൂട്ടർ സയൻസും ലോയും കൊടുക്കുന്ന പോലെ തന്നെ MTechൽ സ്പെഷ്യലൈസേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി. ഇതൊക്കെ അവിടെ കുസാറ്റ് നമുക്ക് നൽകി വരുന്ന വിവിധ MTech സ്പെഷ്യലൈസേഷനുകളാണ്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, ജിയോ ടെക്നോളജിക്കൽ എഞ്ചിനീയറിംഗ്, വളരെ നല്ല രീതികളുടെ ജോലി സാധ്യതകൾ ഇന്ത്യക്ക് പുറത്തൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ജിയോ ടെക്നോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സസ്റ്റൈനബിലിറ്റിയും അതേപോലെ തന്നെ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ, ബിൽഡിങ്സ്, പിന്നെന്താ പറയുക, അഗ്രികൾച്ചർ, ആ ഫീൽഡ്, എൻവയൺമെന്റ്, അതിനൊക്കെ ക്ലബ് ചെയ്തുകൊണ്ട് എഞ്ചിനീയറിംഗിലേക്ക് ചെയ്യാനുള്ള കോഴ്സാണ് ഫീൽഡാണ് ജിയോ ടെക്നോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. മറൈൻ ബയോടെക്നോളജി എന്ന് പറയുന്ന കോഴ്സും അതുപോലെ റിസർച്ച് എഞ്ചിനീയറിംഗിൽ കുറച്ചുകൂടി ഈ ഏരിയകളിലേക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന കോഴ്സും കൂടെയാണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ നമ്മൾ എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. വർക്കിംഗ് പ്രൊഫഷണൽസിനുള്ള പ്രോഗ്രാമുകൾ, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പ്രോഗ്രാമുകൾ, അതുപോലെ ജനറൽ ആയിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നേരെ പോകാൻ പറ്റുന്ന പ്രോഗ്രാം. ഇനി BTech കഴിഞ്ഞ് റെഗുലർ ആയിട്ട് MTech ചെയ്യാൻ പറ്റാത്ത അവർക്കും ഒരു സൗകര്യം കുസാറ്റിലുണ്ട്. ഈവനിങ് പാർട്ട് ടൈം MTech പ്രോഗ്രാമുകൾ കുസാറ്റ് നൽകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് MTech ഡിഗ്രികൾ എടുക്കാനുള്ള അവസരവും കൂടെ കുസാറ്റിൽ ഉണ്ട്. പിന്നെ സ്പെഷ്യൽ 2 പ്രോഗ്രാമുകളുണ്ട് അവരുടെ. ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ഡയറക്ട്ലി കൊടുക്കുന്ന 2 PG പ്രോഗ്രാമുകൾ, ഡ്യുവൽ മാസ്റ്റർ സയൻസ് പ്രോഗ്രാമുകളാണ്. ന്യൂ ജനറേഷൻ ഇലക്ട്രോണിക് കമ്പോണന്റ് ബേസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അത് ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് കൊളാബറേഷൻ വെച്ചിട്ട് ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെയും അവിടെയും നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഇനി ഇതൊക്കെ നമ്മൾ UG PG പ്രോഗ്രാമുകളും ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമുകളും അതുപോലെ തന്നെ PhDയും പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമുകളും ചെയ്യാനും എല്ലാ കോമ്പിനേഷൻസിലും എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് സയൻസ്, ഹ്യൂമാനിറ്റീസ് മേഖലകളിൽ, ലാംഗ്വേജുകളിൽ, ബേസിക് സയൻസുകളിൽ, മറൈൻ സയൻസിൽ പ്രത്യേകിച്ചും അതിന്റെ തന്നെ ഒരു എന്താ പറയുക സ്പെഷ്യൽ സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ചും ഒക്കെ പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമുകൾ നിങ്ങളുടെ അറിവിലുള്ള കുട്ടികൾക്കും നിങ്ങൾക്ക് ഇപ്പോഴേ അവിടെ അത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കരിയർ ബിൽഡ് ചെയ്യാനും പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ പറഞ്ഞ പ്രോഗ്രാംസ് ആഫ്റ്റർ PhD ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പ്രോഗ്രാം. ആരെന്ത് പറയണ്ടോ? ഹലോ, ഇല്ലല്ലോ. മാം ഈ ഒരു പാർട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മാം. ഇൻ ബിറ്റ്വീൻ സൗണ്ട് പിന്നെ പുറത്തുനിന്ന് വന്നിട്ടേ നമുക്ക് ക്ലിയർ ആയിട്ടില്ല. പോസ്റ്റ് PhD കുറിച്ച് ഒന്ന് പറയോ, ഇതിന്റെ മുൻപുള്ള സ്ലൈഡിലത്തത്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ ഇടാൻ വേണ്ടി ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടാവുമല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ചാറ്റ് ബോക്സിൽ. അത് ഇട്ടില്ലേ? ഹലോ, ഇവിടെ ആരാ? യാസീനോ നസ്ലിയോ ആരുള്ള? മാം ഇട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് പറഞ്ഞോളൂ. നമ്മൾ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ലിങ്ക് ഉണ്ട്.
അത് ഫില്ല് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഇടേണ്ടത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ അതിനകത്ത് ഇടുക, എന്നിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി കുസാറ്റിൽ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന നമ്മളെ അക്കാഡമിക് സൈഡൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം ജോലിയിലും ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറെ സർട്ടിഫിക്കറ്റ് ഷോർട്ട് ടേം ഓൺലൈൻ പ്രോഗ്രാംസുകൾ ഉണ്ട്. മെയിൻലി ലാംഗ്വേജുകളെ ബേസ് ചെയ്തുകൊണ്ട് കുറെ പ്രോഗ്രാമുകൾ അവിടെ നടത്തുന്നുണ്ട്. ഫോറിൻ ലാംഗ്വേജിന്റെ ഒരു സ്ട്രോങ് ഫോറിൻ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കുസാറ്റിൽ. അപ്പൊ അതിന് ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ് ഈ 3 ലാംഗ്വേജുകളും ഈവനിങ് പ്രോഗ്രാമുകളായിട്ട് ഓൺലൈൻ പ്രോഗ്രാമുകളായിട്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കത് അതിന്റെ ഒരു അവിടുന്ന് ഫ്രഞ്ചും ജാപ്പനീസ്, ജർമ്മനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ബേസ് ആയിരിക്കും. നല്ല ലെവലുകൾ ക്ലിയർ ചെയ്ത് നമുക്ക് ആ ഒരു കൺട്രിയിലേക്ക് പോകാനും അതിന്റെ തന്നെ ട്രെയിനിങ്ങുകൾക്കും ഒക്കെ അവസരങ്ങളുള്ള കോഴ്സുകളാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ ഇപ്പൊ പറഞ്ഞ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വഴിയല്ല, ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റുകൾക്ക് വിളിക്കുക, ആ വേക്കൻസി വിളിക്കുക, ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ കോഴ്സുകൾക്കൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഫ്രഞ്ച്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ജർമ്മൻ, ഇംഗ്ലീഷ്, ജാപ്പനീസ് ഈ ലാംഗ്വേജുകളിലുള്ള പ്രോഗ്രാമുകൾ. ദെൻ അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, ജേർണലിസം ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഡിപ്ലോമ ഇൻ അക്കാഡമിക് റൈറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഡിപ്ലോമ പ്രോഗ്രാം. PG ഡിപ്ലോമ ഇൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഷോർട്ട് ടേം ഓൺലൈൻ പ്രോഗ്രാംസ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ് ആൻഡ് അറബിക്. ഇതെല്ലാം നമുക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്ത് എടുക്കാൻ പറ്റുന്ന കുസാറ്റിന്റെ പാർട്ട് ടൈം ഓൺലൈൻ പ്രോഗ്രാമുകളാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദി, അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ മെഡിക്കൽ ലോ, ക്ലിനിക്കൽ റിസർച്ച് ആൻഡ് ബയോ എത്തിക്സ് എന്നൊക്കെ പറയുന്ന കുറച്ചും കൂടെ നമ്മളുടെ ഈ കോഴ്സുകളൊക്കെ നമുക്കൊരു എന്താ പറയാ, ഈ കോഴ്സ് കഴിഞ്ഞ് പ്ലേസ്മെന്റിന് വേണ്ടി ചെയ്യുന്ന കോഴ്സുകളല്ല. അത് ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ചെയ്യുന്ന ജോലികളിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു നോളജ് കിട്ടിയാൽ കുറച്ചും കൂടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമ്മളുള്ള പൊസിഷനിൽ നിന്നും എന്തെങ്കിലും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ മെഡിക്കൽ ലോ, ക്ലിനിക്കൽ റിസർച്ച് ആൻഡ് ബയോഎത്തിക്സ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ഒരു +2 സയൻസ് കഴിഞ്ഞ കുട്ടി പോയി ചെയ്യേണ്ട കോഴ്സ്, ജോലിക്ക് വേണ്ടി ചെയ്യേണ്ട കോഴ്സ് അല്ല ഇത്. +2 കഴിഞ്ഞ് സയൻസ് കഴിഞ്ഞവർക്കും വേണമെങ്കിൽ ചെയ്യാം. അവർ വേറെ ഏതെങ്കിലും ഒരു ജോലിയിലാണ്, ആ ജോലി ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർക്ക് കുറച്ചുകൂടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ പറ്റും എന്നുണ്ടെങ്കിലൊക്കെ എടുക്കാൻ പറ്റും. ദെൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ബേസിക്സ് ഓഫ് ലിറ്റിഗേഷൻ ആൻഡ് ആർട്ട് ഓഫ് അഡ്വക്കസി. ഇങ്ങനെ ഈ പറയുന്ന കോഴ്സുകൾ 3 മന്ത്സിന്റെ ഇങ്ങനെയുള്ളൊക്കെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളും കൂടെ കുസാറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കോഴ്സുകളിൽ തന്നെ നമുക്ക് മനസ്സിലായി എത്രത്തോളം കോഴ്സുകൾ, ഏതെല്ലാം വെറൈറ്റി ഓഫ് ബ്രാഞ്ചസ്, സബ്ജക്ട്സ്, ഏരിയാസ് ആണ് കുസാറ്റ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പൊ ഇതിൽ പങ്കെടുത്ത ഈ 65ഓളം ആളുകളിൽ 65 ആളുകൾക്കും അവർ 65 സ്ട്രീം ആണെങ്കിലും അതിന് മാത്രമുള്ള കോഴ്സ് നമുക്ക് ഓരോരുത്തർക്കും സെലക്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഇപ്പൊ ഇവരുടെ കീഴിലുണ്ട്, കുസാറ്റിന്റെ കീഴിലുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കുസാറ്റിന്റെ കീഴിൽ വരുന്ന കോഴ്സുകളും അതിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആപ്ലിക്കേഷനും പ്രോസസ്സുകളും ഒക്കെ. അപ്പം ഈ കാര്യങ്ങളിൽ ജനറൽ ആയിട്ട് ഞാൻ ഇതാണ് ചെയ്തത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. അത് ഇവിടെ നമ്മുടെ കോർഡിനേറ്റർ ഉണ്ടാവും, ആരെങ്കിലും അവർ ക്വസ്റ്റ്യൻ നോക്കിയിട്ടൊന്ന് പറയും. അപ്പൊ അത് വെച്ചിട്ട് പറ്റുന്ന രീതികളിൽ ഞാൻ ആൻസർ ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു ഓൾ. എല്ലാവരും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഒരേ ഒരു ഇതിൽ ഇരുന്നു, ആരും എക്സിറ്റ് ചെയ്ത് പോവാതൊക്കെ തന്നെ 65 പേരും. ഓക്കെ, താങ്ക് യു. എനിവേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, വായിക്കട്ടെ. ഓക്കെ, സ്ക്രീൻ ഷെയറിംഗ്. ആ ഓക്കെ, ഓക്കെ. ഇതിൽ വന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ മുഹമ്മദ് ഫാദിൽ പി ആണ് ചോദിച്ചത്. UG ആണ് ഇപ്പോൾ, BCom ഫിനാൻസ്. I need to know more about MVOC in finance, the course എന്നാണ് ക്വസ്റ്റ്യൻ. ചാറ്റ് ബോക്സിൽ ഉണ്ടോ? എന്റെ സൗണ്ടിൽ എന്തോ ഒരു ചാറ്റ് ബോക്സിലല്ല മാം, ഇത് ഗൂഗിൾ ഫോമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
ചാറ്റ് ബോക്സിൽ ഉണ്ടോ ക്വസ്റ്റ്യൻ? ഇത് ഗൂഗിൾ ഫോമിൽ വന്നതാണ്. Can you please explain more about BBA admission and its classification? അതിൽ ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ഉണ്ട് ഇന്ന്. കുസാറ്റ് ഓൺലൈൻ ഡിപ്ലോമ കോഴ്സുകൾ നടത്തുന്നുണ്ടോ? അതാരാ ചോദിച്ചത്? അമീർ പി ചാലി. എവിടെ അമീർ ഉണ്ടെങ്കിൽ ഒന്ന് ഓൺലൈൻ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. അങ്ങനെയല്ലേ? ഓൺലൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ആൾക്ക് ചെയ്യാൻ പറ്റിയ ഓൺലൈൻ കോഴ്സുകൾ. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാൻ പറ്റിയ ഓൺലൈൻ കോഴ്സുകൾ മനസ്സിലായില്ലേ? അമീർ മാഡം അതെ, മോൾക്ക് വേണ്ടിയാ. മോൾ MSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞതാ. അപ്പം അതുകൊണ്ട് ചോദിച്ചതാ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന്. ഹലോ ഹലോ മാം, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? പറയൂ. എൻ്റെ മോൾക്ക് വേണ്ടിയാ ചോദിച്ചത്. മോളെ MSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞതാ. അപ്പം അവൾക്ക് പറ്റിയ ഓൺലൈൻ കോഴ്സുകളിൽ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുക. അപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ഓൺലൈൻ കോഴ്സ് ഉണ്ടോയെന്ന് അറിയാൻ ചോദിച്ചതാ. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ കഴിഞ്ഞ ആളുകൾക്ക് എന്ന് പറഞ്ഞപ്പം അതില് പ്രോഗ്രാമുകൾ പിന്നെ ഈ ഡാറ്റ അനാലിസിസ് പോലത്തെ അങ്ങനത്തെ കൊടുക്കുന്ന കോഴ്സുകൾ ലാംഗ്വേജുകളിലാണ് ബേസിക്കലി അവർ കൊടുക്കുന്ന കോഴ്സ്. ജർമ്മൻ, ഫ്രഞ്ച്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ജാപ്പനീസ് എന്ന് പറയുന്ന കോഴ്സ് ബേസ് ആയിട്ട് അവര് അക്കാഡമിക് ഇയർ വൈസ് അനൗൺസ് ചെയ്യുന്ന കോഴ്സുകൾ. പിന്നെ അതിൽ പിന്നെ ചില സമയങ്ങളിലൊക്കെ അവർ ഈ അവരുടെ അക്കാഡമിക് പ്രോസ്പെക്ട്സിൽ അല്ലാതെ ഡാറ്റാ സയൻസും ഡാറ്റ അനലിറ്റിക്സുമായി ഒക്കെ ബന്ധപ്പെട്ട് നടത്തുന്ന കോഴ്സുകളൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്ന ആ ടൈംലി ഇപ്പൊ നമ്മള് അവര് എന്താ പറയാ നെറ്റ് കോച്ചിങ്ങുകൾ, അതേപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് കോച്ചിങ്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ആ ടൈംലി നീഡ് അനുസരിച്ച് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള അതുപോലുള്ള കോഴ്സുകളൊന്നും പ്രോസ്പെക്ടസിലോ അതല്ലെങ്കിൽ അക്കാഡമിക് കലണ്ടറിലോ ഉണ്ടാവില്ല. ആ സമയത്ത് കൊടുക്കുന്ന അങ്ങനെയുള്ള കോഴ്സുകൾ ഡാറ്റാ സയൻസിലും ഡാറ്റ അനലിറ്റിക്സിലൊക്കെ പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഏരിയകളിൽ കുസാറ്റ് കൊടുക്കാറുണ്ട്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ വെബ്സൈറ്റുകൾ നോക്കിയിട്ടോ അതല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ കൂടെയൊക്കെയാണ് അറിയാം. അങ്ങനെയൊക്കെ വരുന്ന കോഴ്സുകൾ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് അറിയണമെങ്കിൽ പേപ്പറിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നോക്കേണ്ടി വരും അല്ലേ? അതെ, വെബ്സൈറ്റ് തന്നെയാണ് മെയിൻ ആശ്രയം. കുസാറ്റിന്റെ വെബ്സൈറ്റിൽ തന്നെ നോക്കിയിട്ട് അപ്പം വെബ്സൈറ്റിൽ എന്താ പറയാ സ്ക്രോളിംഗ് ന്യൂസ് ആയിട്ട് കാണിക്കും. അപ്പൊ കുറച്ചും കൂടെ ആ രീതികളിൽ എടുത്തു കഴിഞ്ഞാൽ കുസാറ്റിന്റെ കോഴ്സുകൾ കുറച്ചുകൂടെ വാല്യൂ ഉള്ള കോഴ്സുകളാണ്. അവരുടെ അതുമല്ല ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റാ സയൻസും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഫാക്കൽറ്റീസും നല്ല ക്ലാസ്സുകളും ഒക്കെ ആയിരിക്കും. അപ്പൊ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ മാം, താങ്ക് യു. പിന്നെ BSc ബോട്ടണി ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജി പഠിച്ചു കഴിഞ്ഞ ആൾക്ക് ചെയ്യാൻ പറ്റിയ PG കോഴ്സ് ഉണ്ടോ? യെസ്, BSc ബോട്ടണി ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജി പഠിച്ചു കഴിഞ്ഞ ആൾക്ക് നേരത്തെ പറഞ്ഞ MSc-കളിലെ ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ കോഴ്സുകളും ചെയ്യാൻ മോളെ. BSc ബോട്ടണി കഴിഞ്ഞ ആൾക്ക് മറൈൻ സയൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ബോട്ടണി കഴിഞ്ഞ ആൾക്ക് പിന്നെ ബയോടെക്നോളജി, മൈക്രോബയോളജി പറ്റില്ല, ബയോടെക്നോളജി, എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി, മറൈൻ ബയോളജി, അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ ചെയ്യാൻ പറ്റും. റെക്കോർഡ് സിജിയുടെ നിങ്ങൾക്ക് കരിയർ റിലേറ്റഡ് എന്ത് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും കുറെ റൈറ്റ്സപ്സുകളും ഒരുപാട് ആർട്ടിക്കിളുകളും ഉള്ള cigi.org എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ കരിയർ ബ്ലോഗ്സ് എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കരിയറിന്റെയും റൈറ്റപ്പുകൾ അതിനകത്തുണ്ടാവും. അതേപോലെ തന്നെ സിജിയുടെ യൂട്യൂബ് ചാനലിൽ ഇതേപോലെ എല്ലാ സൺഡേ കരിയർ ഓൺലൈൻ പ്രോഗ്രാമുകളുടെയും അതല്ലാത്ത പ്രോഗ്രാമുകളുടെയും റെക്കോർഡഡ് വേർഷൻസ് ഉണ്ടാവും യൂട്യൂബിൽ. അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. Then +2 കഴിഞ്ഞവർക്ക് മാത്രമുള്ള കോഴ്സുകൾ പറഞ്ഞു. Could you explain more about BBA admission and its classification? കുസാറ്റിൽ നമുക്ക് ഡയറക്ട്ലി
BBA എന്ന് പറഞ്ഞ കോഴ്സ് ഇല്ല. കുസാറ്റിൽ നമുക്ക് കോഴ്സ് ഉള്ളത് BVOC എന്ന് പറഞ്ഞ കോഴ്സാണ്. BBA LLB എന്ന് പറയുന്ന കോഴ്സും ആണുള്ളത്. പ്ലെയിൻ BBA എന്ന് പറയുന്ന കോഴ്സ് ഇല്ല. BBA LLBക്ക് വേണ്ടി മാത്രം നടന്ന ജനറൽ നോളജ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ലോ ആപ്റ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അപേക്ഷിക്കണം. കുസാറ്റിനാണെങ്കിൽ BVO കോഴ്സിനാണെങ്കിലും അവര് BVO കോഴ്സിന് വേണ്ടിയിട്ട് നടത്തുന്ന എനി പ്ലസ് ടു ഒപ്പം കമ്പ്യൂട്ടർ സയൻസോ മാത്സോ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച ആളുകൾക്ക് എഴുതാൻ പറ്റും. അത് BBA LLB ആണെങ്കിൽ ഏത് +2 പഠിച്ച ആളുകൾക്കും ആ എൻട്രൻസിൽ എഴുതാൻ പറ്റും. ആ 2 കോഴ്സുകളാണ് BBA എന്ന് പറയുന്ന കോഴ്സുകൾ ഉള്ളത്. These part-time PhD courses are available. Part-time PhD courses yes, കുസാറ്റിൽ ഉണ്ട്. പാർട്ട്-ടൈം PhD ഉണ്ട്, റെഗുലർ PhD ഉണ്ട് കുസാറ്റിൽ. നെറ്റ്, കുസാറ്റിന്റെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ്, ഇത് രണ്ടുമാണ് ചെയ്യാൻ പറ്റുന്നത്. കുസാറ്റിൽ B.Ed നിലവിൽ ഇതുവരെ ഈ അക്കാഡമിക് ഇയർ പ്രകാരമുള്ള പ്രോസ്പെക്ടസിലൊന്നും കുസാറ്റിൽ B.Ed ഇല്ല. ഓക്കെ, give more details on communicative English course ആണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സ് 1 year ഡിപ്ലോമകളായിട്ടും 3 month സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആയിട്ടും 6 month ഡിപ്ലോമ പ്രോഗ്രാമുകളായിട്ടും PG ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളായിട്ട് 3 ഏരിയകൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സ് നടത്തുന്നുണ്ട്. അതിൽ 1 year പ്രോഗ്രാം ഈവനിങ് പ്രോഗ്രാം ആയിട്ടാണുള്ളത്. മറ്റേത് രണ്ടും ഓൺലൈൻ പ്രോഗ്രാമുകളായിട്ടുണ്ട്. ഇയാളുടെ സൗകര്യത്തിനനുസരിച്ച് കുസാറ്റിന്റെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് അപ്ലിക്കേഷൻ പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇപ്പോഴുള്ള അപ്ലിക്കേഷൻ സമയത്ത് കയറിയിട്ട് നിങ്ങൾ നേരെ നിങ്ങൾക്ക് ഇതാണ് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ പോർട്ടലിലേക്ക് പോകും, അത് അപ്ലൈ ചെയ്തിടാം. ഓക്കെ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ലേറ്റ് ആയി പോയി. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ റെക്കോർഡഡ് വേർഷൻ ഉണ്ടാവും സിജിന്റെ വെബ്സൈറ്റിൽ, cigi.org യൂട്യൂബ് ലിങ്കിൽ ഉണ്ടാവും. അത് ഇയാൾക്ക് നാളെയോ മറ്റന്നാളോ ഇരുന്ന് കേട്ടിട്ട് വേണ്ട കാര്യങ്ങൾ എടുക്കാം. ഈസ് ദർ B.Ed ഓൺലൈൻ അവൈലബിൾ, ഡസ് ഇറ്റ് ഹാവ് സെയിം വാല്യൂ ആസ് റെഗുലർ B.Ed? അത് നമുക്ക് ഏത് ക്വസ്റ്റ്യനും ചോദിക്കാമെന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ആള് ചോദിച്ചായിരിക്കും. ഓൺലൈൻ B.Ed എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കില്ല. ഓൺലൈൻ B.Edന് പകരം നമുക്ക് റെഗുലർ B.Ed അതല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസസ് ഇല്ലേ ഡിപ്ലോമ കോഴ്സുള്ള ആളുകൾക്ക് ഇഗ്നോ നടത്തുന്ന B.Ed കോഴ്സ്, അത് ടീച്ചിങ് പ്രാക്ടീസിന്റെ ഡിപ്ലോമ കോഴ്സ് കഴിയണം. ഡിപ്ലോമ കോഴ്സ് തന്നെ അംഗീകരിച്ച TTC, DLED പോലുള്ള കോഴ്സ്, B.Ed പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞിട്ട് ടീച്ചിങ് ചെയ്യുന്ന ആളുകൾക്കാണ് ചെയ്യണം. അതായത് ഓൺലൈൻ B.Ed എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ കേൾക്കുന്നത് ഇന്ന് ഓൺലൈൻ B.Ed അല്ല, റെഗുലർ B.Ed തന്നെ പല അഡ്ജസ്റ്റ്മെന്റ് പ്രകാരങ്ങളൊക്കെ ആളുകൾ കൊടുക്കുന്നുണ്ട്. അതിനെ പറ്റിയാണ് അതൊന്നും ഞങ്ങൾ സിജി പോലുള്ള ആളുകളോ അവിടുത്തെ കരിയർ കൗൺസിലേഴ്സോ റെക്കമെൻഡ് ചെയ്യുന്ന കോഴ്സുകളല്ല. ഓക്കെ, BCom CA പഠിച്ച ആൾക്ക് MCA പഠിക്കാമോ? BCom കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ് പഠിച്ചത്. കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, സ്റ്റാറ്റി ആസ് എ പേപ്പർ ഉണ്ടെങ്കിൽ ഇയാൾക്ക് MCA പഠിക്കാം. ഞാനൊന്ന് കുറച്ച് ക്ലിയർ ആക്കി തരാം. MCA അവളുടെ എലിജിബിലിറ്റി പാസ് ഇൻ BCA, BTech, BE or pass in BSc, BCom, BA, BVO. അതിൽ ബിസിനസ് പ്രോസസ് BVO വിത്ത് മാത്തമാറ്റിക്സ് അറ്റ് ദ 10+2 ലെവൽ ഓർ ആസ് പാർട്ട് ഓഫ് ദർ ഗ്രാജുവേഷൻ കരിക്കുലം. അപ്പൊ മാത്സ് ആസ് എ പേപ്പർ ഒന്നുകിൽ BCom എടുക്കാം, +1 ഒന്നുകിൽ BComനോടൊപ്പം മാത്സ് ആസ് എ പേപ്പർ, അല്ലെങ്കിൽ മാത്സ് ആസ് എ പേപ്പർ ഇൻ യുവർ +2 വേണം എന്നുള്ളതാണ് അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ അല്ല എലിജിബിലിറ്റി. മനസ്സിലായോ? പാസ് ഇൻ BSc ഓർ BCom ഓർ BA ഓർ BVO ബിസിനസ് പ്രോസസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ഓഫ് കുസാറ്റ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് വിത്ത് മാത്തമാറ്റിക്സ് അറ്റ് ദ 10+2 ലെവൽ. 10+2 ലെവലിൽ മാത്തമാറ്റിക്സ് വേണം. ഓർ ആസ് എ പാർട്ട് ഓഫ് ദർ ഗ്രാജുവേഷൻ കരിക്കുലം, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കരിക്കുലത്തിൽ മാത്തമാറ്റിക്സ് വേണം. അതാണ് MCAയുടെ എലിജിബിലിറ്റി. Could you please explain how I get admission to MBA? I didn't get any aptitude test. Any aptitude test ഇല്ലാതെ നിലവിൽ കുസാറ്റിൽ MBAക്ക് പ്രയാസമാണ്. ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് DAT MBAക്ക് നടത്തുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് പ്രോസ്പെക്ടസ് പ്രകാരം. ഒന്നുകിൽ either you have to appear CAT, CMAT, MAT or CAMAT. ഇതിലിപ്പം ഇനിയിപ്പോ അല്ലെങ്കിൽ ഇയാൾക്ക് ഇപ്പൊ CMATO CAMATO ഇനി വിളിക്കുന്നത് അപ്ലൈ ചെയ്യാം.
മെയ് 31 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രോസസ്സും കൂടെ അവർ അപ്ലിക്കേഷൻ നടത്തുന്നുണ്ട്. വേക്കൻസി സീറ്റ് വരികയാണെങ്കിൽ അപ്പോഴേക്കും ഇതിന്റെ ഒരു സ്കോർ വാങ്ങിയാലും മതി. എന്തായാലും ഏതെങ്കിലും ഒരു എക്സാമിനേഷന്റെ ഒരു സ്കോർ വേണം എന്നാണ് അവർ കാണിക്കുന്നത്. വേറെ ആരെങ്കിലും ഫിറോസ് സാർ ഉണ്ടല്ലോ, എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ സാർ? ഇല്ല മാം, പ്രത്യേകിച്ച് ആഡ് ചെയ്യാനൊന്നുമില്ല. അല്ല, അവര് ഈ BBA ഉണ്ടോന്നൊരു ഓപ്ഷൻ ചോദിച്ചിരുന്നല്ലോ. നമുക്ക് ഇന്റഗ്രേറ്റഡ് LLB പ്രോഗ്രാമിൽ എക്സിറ്റ് എടുക്കാൻ പറ്റില്ലേ BBAക്ക്? ഓ, BBA പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നല്ലോ അവിടെ. ഇന്റഗ്രേറ്റഡ് LLB പ്രോഗ്രാമിൽ നമുക്ക് എക്സിറ്റ് ചെയ്തൂടെ BBA മാത്രമായിട്ട്? നോക്കട്ടെ. Integrated BBA LLB program. എക്സിറ്റ് ഓപ്ഷൻസ് ഇല്ലല്ലോ സർ BBA 5 year LLBക്ക്. ഓക്കെ ഓക്കെ, അതെന്റെ സംശയം. ഓക്കെ, താങ്ക് യു. എക്സിറ്റ് ഓപ്ഷൻ ഇല്ല. MSCക്ക് മാത്രമേ എക്സിറ്റ് ഉള്ളൂ. ഉള്ളൂ. ഓക്കെ. ഇപ്പൊ LLBക്ക് ഇല്ല അല്ലെ? ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ BBA ഉള്ള ആൾക്ക് നമുക്ക് പറയാനുള്ളത്, നമ്മള് മറൈൻ എഞ്ചിനീയറിംഗിന് വേണ്ടി IMU-ന്റെ എക്സാമിനേഷൻ പറഞ്ഞിരുന്നു. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് IMU-ൽ വേണമെങ്കിൽ, ഇറ്റ് ഇസ് നോട്ട് കുസാൻ, IMU-ൽ വേണമെങ്കിൽ BBA ചെയ്യാം. IMU BBA ഒക്കെ ചെയ്യാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തെന്ന് മാത്രം, അല്ല ഒന്ന് സൂചിപ്പിക്കുന്നു മാത്രം. ഓക്കെ മാം, ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരുവിധം കോഴ്സസ് പറഞ്ഞ ഇതിൽ വന്ന ചാറ്റ് ബോക്സിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു ചോദ്യം ഉണ്ടായിരുന്നു. UG ഇക്കണോമെട്രിക്സ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് അത് ലഭ്യമാണോ? PG യെ കുറിച്ച് പറഞ്ഞു, മറ്റെന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവൈലബിൾ ആണോ? ഇക്കണോമെട്രിക്സ് ആൻഡ് ഡാറ്റ അത് കേട്ടു. അതെന്താണ്? അതിനെ കുറിച്ച് പിന്നെന്താ ചോദിച്ചത്? എനിക്ക് PG ആണല്ലോ മാം പരാമർശിച്ചത്. അതിന്റെ UG അവൈലബിൾ ആണോ? അതിന്റെ UG-യോ? അതെ അതെ. എലിജിബിലിറ്റി ആണോ ചോദിക്കണേ? ഏത് UG എടുത്താലേ പോകാൻ പറ്റുന്ന ചോദിക്കണേ? അല്ല, അതിന്റെ +2 ശേഷം ഇക്കണോമെട്രിക്സ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള BTech ഓർ UG ലെവൽ ഏതെങ്കിലും കോഴ്സ് ലഭ്യമാണോ? UG ലെവലിൽ. UG ലെവലിൽ ഇല്ല, PG, ഓൺലി PG. അത് അവിടെ ആ PG എടുക്കാൻ വേണ്ടി UG ലെവലുകളിൽ either മാത്സ് ഓർ ഇക്കണോമിക്സ് അല്ലെങ്കിൽ BTech ജനറൽ ഏതെങ്കിലും പ്രോഗ്രാമുകൾ എടുത്തിട്ട് ഈ PG-ന്റെ എക്സാമിനേഷൻ എഴുതി ഈ PG ചെയ്യാം. ഓക്കെ, താങ്ക് യു. മാം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹലോ. യെസ്. MSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഡാറ്റ സയൻസിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് പറയോ? MSc കമ്പ്യൂട്ടർ സയൻസ് സ്പെഷ്യലൈസേഷൻ ഇൻ ഡാറ്റ സയൻസ്. MSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഡാറ്റ സയൻസ്. MSc-ൻ്റെത് ഒരു മിനിറ്റ് ഇട്ടുപോളെ. ഓക്കെ മാം. MSc Computer Science with a specialization in data science. Required qualification: any science graduate with mathematics as one of the core subject. മാം, ഞാന് ഫിസിക്സിലാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. അതില് ഏതാണ്? ഫിസിക്സില് 4 Physics പേപ്പർ. ഫിസിക്സിൽ മാത്സ് ഇതില്ലേ? ജനറിക് ഇലക്റ്റീവ് ആയിട്ട് 4 പേപ്പർ മാത്സ് ഉണ്ടായിരുന്നു. അപ്പൊ പറ്റുമോ? പറ്റും. ഓക്കെ മാം.
പറ്റും. താങ്ക് യു മാം. ഇപ്പൊ അപ്ലൈ ചെയ്യാട്ടോ ടെസ്റ്റിന് വേണ്ടിയിട്ട്. ആ ഓക്കെ. കുസാറ്റിൽ അഡ്മിഷന് വേണ്ടി ഏതെല്ലാം എൻട്രൻസുകൾ പോസിബിൾ ആണെന്ന് പറഞ്ഞിരുന്നത്? കാറ്റ്, സിമാറ്റ്, മാറ്റ്, കെമാറ്റ് ആണോ? പിന്നെ ഇതെല്ലാം അതെ. ഈ 4 എണ്ണത്തിലൂടെയും എൻട്രൻസ് പോസിബിൾ ആണ്. ഏതെങ്കിലും ഒന്ന്. ഓക്കെ. എല്ലാ കോഴ്സുകൾക്കും ഏതെങ്കിലും ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മതി. ഏതെങ്കിലും ഒന്ന് മതി. കുസാറ്റിന് അഡ്മിഷൻ ഏതെങ്കിലും ഒന്ന് മതി. ഇയാൾക്ക് IIM വേണ്ടി കാറ്റ് എഴുതിയേ പറ്റൂ. അപ്പൊ IIM-നാണെങ്കിൽ കാറ്റ് എഴുതാം. IIM-ൽ പോവാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കുസാറ്റിൽ ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ എടുക്കാം. ഏതെങ്കിലും ഒന്ന് മതി. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ക്വാളിഫൈഡ് ആണെങ്കിൽ കുസാറ്റിലെ ഏത് കോഴ്സിനും UGക്ക് അഡ്മിഷൻ കിട്ടും. MBA കിട്ടും. ഏത് കോഴ്സും അല്ല, MBA. അല്ല, അവര് UG അഡ്മിഷനെ കുറിച്ചാണ് മാം ചോദിക്കുന്നത്. അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാ ചോദ്യം തോന്നുന്നു. ഒരു PG MBA കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്? ഞാനിപ്പോ UG അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. അല്ല, UG അഡ്മിഷൻ എല്ലാം അവരുടെ എൻട്രൻസ് തന്നെയാണ്. അത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ PGക്ക് വേണ്ടിയിട്ടാണ്. ക്ലാരിറ്റി കുറവുണ്ടോ? ഓക്കെ. കുസാറ്റിന്റെ കാറ്റ് ആണ്. ബാക്കി UG അഡ്മിഷൻ എല്ലാം കുസാറ്റിന്റെ കാറ്റ് ക്വാളിഫൈ ചെയ്യണം. അതെ. ഓക്കെ. താങ്ക് യു. രാംല മാം, ഈ ഒരു ചാറ്റ് ബോക്സ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Could you please say more about different BCom streams? BCom LLB എന്ന് പറഞ്ഞൊരു സ്ട്രീം മാത്രമാണ് മോനെ ഇതിലുള്ളത്, കുസാറ്റിലുള്ളത്. Okay. Then Fatima, what are the options after BSc Maths for quick job other than teaching courses? BSc Mathsന് ശേഷം നീ എന്തെങ്കിലും IT റിലേറ്റഡ് ഏരിയകളിൽ ഒരു PG ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, അല്ലെങ്കിൽ ഫൈനാൻസ്, MBA ഫൈനാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 2 ഇയറും കൂടെ പഠിച്ചാൽ നല്ല സെക്യൂർ ആയിട്ടുള്ള ജോബ് കിട്ടും. ക്വിക്ക് ജോബ് പ്യുവർലി ബേസ്ഡ് ഓൺ യുവർ ടാലന്റ്, സ്കിൽസ് ഒക്കെയാണ്. ഇതുപോലുള്ള ഷോർട്ട് ടേം കോഴ്സുകൾ പഠിച്ചിട്ടും IT റിലേറ്റഡ് മേഖലകളിലേക്കും, ആക്ച്വറി അതല്ലാതെ ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകളിലെ അക്കൗണ്ട്സ് കോഴ്സുകളൊക്കെ പഠിച്ചിട്ടൊക്കെ ജോലിയിലേക്ക് കയറാൻ പറ്റും. കുറച്ചും കൂടെ ക്വിക്ക് ജോബ് എന്ന് പറഞ്ഞ ഒരു ഡിപ്ലോമ ചെയ്ത് ജോലിയിലേക്ക് കയറുന്നതിന് പകരം കുറച്ചും കൂടെ ഒന്നും കൂടെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒരു സ്പെഷ്യലൈസേഷൻ എടുത്ത് സെറ്റ് ആക്കി കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു റീതിങ്ക് ഇല്ലാതൊക്കെ കുറെ കാലം പോവാം. പിന്നെ സെക്യൂർ ആയതിനു ശേഷം പിന്നെ കുറച്ചും കൂടെ പാഷനേറ്റിന് വേണ്ടിയൊക്കെ കോഴ്സുകളൊക്കെ ചെയ്യാം. മറൈൻ എഞ്ചിനീയറിംഗ് കുസാറ്റ് അറ്റ് കുഞ്ഞാലിമരക്കാർ, നാവിഗേഷണൽ മറൈൻ എഞ്ചിനീയറിംഗ് ഡിഫറൻസ് പറയാം. എന്താ നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി? എങ്ങനെ അപ്ലൈ ചെയ്യാം? മറൈൻ എഞ്ചിനീയറിംഗിന്റെ ജനറൽ കാര്യം ഞാൻ പറയാം. മറൈൻ എഞ്ചിനീയറിംഗ് ആണ് മോൻക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ IM ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിന്റെ എക്സാമിനേഷൻ വിളിക്കും. ഇപ്പൊ അവരുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഒരു മാർച്ച് മിഡിലോടുകൂടിയൊക്കെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് അതിനു വേണ്ടി അപ്ലൈ ചെയ്യാം. ഇപ്പം കുസാറ്റിൽ മറൈൻ എഞ്ചിനീയറിംഗിന് വേണ്ടിയുള്ള എക്സാമിന് വേണ്ടിയല്ല, സീറ്റിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസും കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്തിന് മുമ്പായിട്ട് IMയുടെ റാങ്ക് എൻ്റർ ചെയ്യാൻ സമയം വരും. ആ സമയത്ത് IMയുടെ റാങ്ക് അതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവര് ലിസ്റ്റ് ഔട്ട് ചെയ്യും കുട്ടികളെ റാങ്കിനനുസരിച്ച്. അപ്പം അഡ്മിഷന് വേണ്ടി കുസാറ്റിൽ അപ്ലൈ ചെയ്യാം. അഡ്മിഷന് വേണ്ടി റാങ്ക് ഇടാൻ വേണ്ടി IMയുടെ ടെസ്റ്റ് എഴുതാം. ഓക്കെ. കരിയർ ഓപ്ഷൻസ് ആഫ്റ്റർ ബയോളജിക്കൽ സയൻസ്, മെയിൻലി റിസർച്ച്, ബയോളജി റിലേറ്റഡ് ഏരിയകളിലെ റിസർച്ചിലേക്ക് പോകാൻ ഒരു നല്ലൊരു ഗേറ്റ് വേ ആയിരിക്കും ബയോളജിക്കൽ സയൻസ്. പിന്നെ ലാബ് ബേസ്ഡ് ഏരിയകളിലേക്കൊക്കെ ഏതാണോ അയാളുടെ ഒരു സ്പെഷ്യൽ ഏരിയകൾ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്തിട്ട് പോവാം. റിസർച്ച് ആണ് മെയിൻലി ബയോളജിക്കൽ സയൻസുകളിലേക്കുള്ള ഏരിയ. കാറ്റ് എക്സാം MCQ ആണോ? കാറ്റ് എക്സാം MCQ ആണ്. എബൌട്ട് B.Ed ഞാൻ നേരത്തെ മോളെ പറഞ്ഞല്ലോ മോളെ. B.Ed തന്നെയല്ലേ ഉദ്ദേശിച്ചത്? കുസാറ്റിൽ B.Ed ഇല്ല. ഓക്കെ, എല്ലാവരുടെയും കഴിഞ്ഞില്ലേ ഒരുവിധം?
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മാം റാങ്ക് ഒക്കെ എങ്ങനെയാണ് വേണ്ടതെന്നൊന്ന് പറയോ? ഏതാ റാങ്ക് ഒക്കെ യുജിക്കൊക്കെ കയറണമെങ്കിലും പിന്നെ ഈ മാരിടൈം ഇതിന്റെ എൻട്രൻസിന്റെ ഇതൊക്കെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ റാങ്ക് ഒക്കെ എങ്ങനെയാണ് വേണ്ടത്? ഒരുവിധം ഓരോ കോഴ്സുകൾക്കും ഓരോ റാങ്കുകളാണ്. ഏറ്റവും ഡിമാൻഡ് ചെയ്ത ഏറ്റവും ഉയർന്ന റാങ്കുകൾ വന്നിരുന്നത് കഴിഞ്ഞ വർഷം ബിടെക് കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു. ഒരു എന്താ പറയാ OBC പോലും OBC ഇപ്പൊ രണ്ട് ക്യാമ്പസ് ആണ് ഇങ്ങനത്തെ കോഴ്സുകൾ. മെയിൻലി എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നമുക്ക് തൃക്കാക്കര ക്യാമ്പസും കുട്ടനാട് ക്യാമ്പസിലും ഉണ്ട്. അതിൽ തൃക്കാക്കര കുറച്ചും കൂടെ ഹൈ റാങ്ക് ആണ്. ഒരു ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ ഒരു 600-ൽ താഴെ റാങ്ക് വന്നാലാണ് കമ്പ്യൂട്ടർ സയൻസിന് കിട്ടുക. അതേ സ്ഥാനത്ത് അല്ല OBC കാറ്റഗറിക്ക്. അതേ സ്ഥാനത്ത് സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒരു 6000 6500 വരെയൊക്കെ പോകും നമുക്ക്. അങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലാണ്. അതില് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു 2500-ന്റെ താഴെ റാങ്ക്. അങ്ങനെ ഏതായാലും ഒരു 6000-ന്റെ ഉള്ളിൽ റാങ്ക് വന്നാൽ ഏതെങ്കിലും ഒരു കോഴ്സ് ഒക്കെ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അത് ഏതെങ്കിലും ഒരു കോഴ്സ് അങ്ങനെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇയാൾക്ക് വേണ്ട കോഴ്സ് ഏതർ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആണെങ്കിൽ ടോപ്പ് ലെവലുകളിലെ റാങ്ക് വേണം. ഇതൊരു ജനറൽ ആയിട്ട് ഒരു OBC-ന്റെ ഒരു റാങ്ക് റേഞ്ച് ആണ്. ഇത് നമുക്ക് റിസർവേഷൻ അനുസരിച്ചിട്ട് കൂടുകയും കുറയും. ജനറൽ ആണെങ്കിൽ കുറച്ചും കൂടെ കുറയും. അല്ലാത്ത ഏതെങ്കിലും ഇപ്പം SC ST മുസ്ലിം ഒക്കെ ആണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ കൂടും. അങ്ങനെയാണ് അതിന്റെ ഒരു വേരിയേഷൻ വരിക. എന്തായാലും ഒരു 7000-ന്റെ ഉള്ളിലെങ്കിലും റാങ്ക് വാങ്ങാൻ ശ്രമിക്കണം നമ്മൾ. അതിന്റെ ഒരു എൻഡ് പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 1500 2000-നുള്ളിൽ റാങ്ക് വന്നാൽ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ബ്രാഞ്ചും എവിടെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോവാൻ പറ്റും. മെയിൻ ക്യാമ്പസ് തൃക്കാക്കര അല്ല ഞാൻ പറഞ്ഞ, 2 ക്യാമ്പസിലും കൂടെ. അതിൽ തൃക്കാക്കര കുറച്ചും കൂടെ ഇത് കൂടിയ ക്യാമ്പസ് എന്ന് നമ്മൾ ജനറലി അറിയപ്പെടുന്നുണ്ട്. കാരണം ഫസ്റ്റ് ക്യാമ്പസും കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ വരണമെങ്കിൽ ഒരു 1500-ന്റെ ഉള്ളിൽ റാങ്ക് വന്നാൽ ഒരു കോഴ്സ്. ഓക്കെ, താങ്ക് യു. മാം പോസ്റ്റ് PhD ഒന്ന് പറയാം മാം. എനിക്ക് ആ സ്ലൈഡ് കേൾക്കാൻ പറ്റിയില്ല. ഹലോ കേട്ടില്ല, ഒന്നും കൂടെ പറയും. മാം. ഫിറോസ് സാർ ഉണ്ടോ അവിടെ? പോസ്റ്റ് PhD അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരുമോ? പോസ്റ്റ് PhD മാഡം ഇപ്പൊ PhD ചെയ്തോണ്ടിരിക്കുകയാണോ? അല്ല, ഞാൻ PhD ചെയ്യണം എന്നുള്ള ഇതിലാണ്. അപ്പൊ പോസ്റ്റ് PhD മാം മെൻഷൻ ചെയ്തിരുന്നു, പക്ഷെ എനിക്കത് ക്ലിയർ ആയില്ല മാം. PhD അതെന്താ PhD കംപ്ലീറ്റ് ആയില്ല. ചെയ്യണം തന്നെയുള്ള ഇതിലാണ്. PhD കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് PhD അതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്? പോസ്റ്റ് ഡോക്ടറൽ PhD-യിലേക്ക് അല്ലേ? പോസ്റ്റ് ഡോക്ടറൽ PhD കുസാറ്റ് അല്ലല്ലോ അപ്പൊ ചെയ്യുന്ന, വേറെ യൂണിവേഴ്സിറ്റി അല്ലേ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല മാം. ഞാൻ പ്ലാനിങ്ങിലാണ്. PhD ചെയ്തിട്ടില്ല. PhD ചെയ്യാനുള്ള അന്വേഷണത്തിലാണ്. അപ്പൊ മാം പോസ്റ്റ് PhD-യും തമ്മിൽ അത് എങ്ങനെ ഒന്ന് പറഞ്ഞുതരോ ക്ലിയർ ആയിട്ട്? പോസ്റ്റ് PhD കുസാറ്റിൽ PhD ചെയ്യാനാണോ? കുസാറ്റിൽ PhD ചെയ്യാനാണോ ഉദ്ദേശിച്ചത്? അല്ല, കുസാറ്റിലാണെങ്കിൽ എങ്ങനെയാ മാം ഒന്ന് പറയൂ? അതെ, കുസാറ്റിൽ PhD നമുക്ക് കുസാറ്റിന്റെ തന്നെ ഡയറക്റ്റ് അഡ്മിഷൻ നടത്തുന്നുണ്ട് അവർ. ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് നടത്തിയിട്ട് കുസാറ്റ് PhD-ക്ക് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെറ്റിന്റെ കാറ്റഗറി വെച്ചിട്ടും PhD-ക്ക് എടുക്കുന്നുണ്ട്. 2 തരത്തിലാണ് അവരുടെ PhD പ്രോഗ്രാമുകൾ വരുന്നത്. നെറ്റ് വഴി, നെറ്റിന്റെ വിത്ത് JRF ഉള്ള ഓപ്ഷൻസുകളാണ് അവിടെ മെയിൻലി ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ അവരുടെ ഇതാണ് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ആണ് PhD-ക്ക് വരുന്നത്. അതിൽ ഹലോ കേൾക്കുന്നുണ്ടോ മാം? പറയൂ. അതില് പോസ്റ്റ് ഡോക്ടറൽ PhD-യോ അല്ലെങ്കിൽ PhD പ്രോഗ്രാമുകളോ ആണെങ്കിൽ അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2 തരത്തിലാണ്. ഒന്ന് നമ്മുടെ UGC-ന്റെ CSIR നെറ്റ്, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഏരിയകളിൽ UGC, CSR, AICTE അതിന്റെ ഏരിയകളിലെ ഏതെങ്കിലും ഒരു ഏരിയകൾ നമ്മൾ നെറ്റ് തന്നെയാണ് ഉള്ളതായിരുന്നു നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത്. ഒന്ന് ആ നെറ്റ് പ്രകാരം, അല്ലെങ്കിൽ DAT ഡിപ്പാർട്ട്മെന്റൽ അഡ്മിഷൻ ടെസ്റ്റ്. ഈ 2 ടെസ്റ്റ് ആയാലും, മറ്റേത് JRF-ഓട് കൂടിയാണെങ്കിൽ നമുക്ക് ഫെലോഷിപ്പ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിന് അവരൊരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. ഇത് വരുന്ന കുസാറ്റിന്റെ കട്ട് ഓഫ് ഉണ്ട്. അത് വെച്ചിട്ടാണെങ്കിൽ അവര് നെറ്റിന്റെ JRF-ന്റെ അതേ സ്റ്റൈപ്പൻഡ് തന്നെ കൊടുത്തിട്ടും നമുക്ക് PhD എടുക്കുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് അല്ലെങ്കിൽ പിന്നെ നെറ്റോ ഗേറ്റോ ഏതാണോ നമുക്ക് PhD-ക്ക് വേണ്ട സ്കോളർഷിപ്പുകൾ വരുന്ന തരത്തിലുള്ള കോഴ്സുകൾ, അത് വെച്ചിട്ടാണ് അവർ പിന്നെ 2 റാങ്ക് ലിസ്റ്റ് ആണല്ലോ. DAT-ക്ക് വേറൊരു റാങ്ക് ലിസ്റ്റും നെറ്റ് ക്വാളിഫൈഡ് ആളുകൾക്കുള്ള ഒരു റാങ്ക് ലിസ്റ്റ് വേറെ.
ഡിപ്പാർട്ട്മെന്റൽ ഇതിലാവുമ്പോൾ നമുക്ക് അവരുടെ സ്റ്റൈഫൻഡ് കാര്യങ്ങൾ കിട്ടുമോ? ഉണ്ട് സ്റ്റൈപ്പൻഡ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞല്ലോ ഡിപ്പാർട്ട്മെന്റിന് സ്റ്റൈപ്പൻഡ് ഉണ്ട്. ഓക്കെ. ഇതിന് ഏജ് അവരൊരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റിന്, അത് വെച്ചിട്ടുള്ള കട്ട് ഓഫ്. പിന്നെ പോസ്റ്റ് ഡോക്ടറൽ നമ്മൾ ചെയ്ത റിസർച്ച്. ഒരു മിനിറ്റ് പറയും. അല്ല, ഇതില് നമുക്ക് പിന്നെ അവിടെയുള്ള PhD നമുക്ക് പിന്നെ ലാംഗ്വേജുകൾക്ക് ഇല്ലല്ലോ, അറബിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. എഡ്യൂക്കേഷൻ അറബിക്കിനോ എഡ്യൂക്കേഷൻ ഉണ്ടോ അവിടെ? എഡ്യൂക്കേഷനുള്ള PhD ഇല്ലല്ലോ കുസാറ്റില്. ഇല്ല എഡ്യൂക്കേഷനിൽ കണ്ടില്ല. ലാംഗ്വേജുകൾ ഉണ്ടെന്ന് തോന്നല്ലേ അറബിക്ക്? ഉണ്ട് ലാംഗ്വേജ് ഉണ്ട്. എഡ്യൂക്കേഷനിൽ ഞാൻ അങ്ങനെ കണ്ടില്ല കേട്ടോ. നോക്കിയപ്പോ ഇനിയിപ്പോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വേണം നോക്കിയിട്ട് ഇയാളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. എഡ്യൂക്കേഷനിൽ ഞാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടില്ല. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ആ ഒരു ഇതിനു വേണ്ടി നോക്കിയപ്പോ ഇനി എങ്ങനെങ്കിലും ഇതിലുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ നമുക്ക് ഏജ് ബാർ വരുന്നില്ലല്ലോ PhD ഒന്നും? ഇല്ല. മറ്റേതിന് മാത്രമേ ഉള്ളൂ. ഇതുണ്ട്, എന്താ പറയാ, ഫെലോഷിപ്പ് ആണെങ്കിൽ ഏജ് ബാർ ഉണ്ട്. ഏജ് 29. ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. പിന്നെ പോസ്റ്റ് ഡോക്ടറിനും അതേപോലെ ഏജ് ബാർ ഒന്നുമില്ല. പോസ്റ്റ് ഡോക്ടറിനും ഒട്ടും ഏജ് ബാർ ഇല്ല. അവർ നടത്തുന്ന നമ്മുടെ എന്താ പറയാ, റിസർച്ച് പ്രപ്പോസല്, നമ്മുടെ റിസർച്ച് ചെയ്ത ടോപ്പിക്, പേപ്പറുകൾ, ഏതെങ്കിലും കൊളാബറേഷൻ ഉണ്ടായിരുന്നോ അതിനൊക്കെ നോക്കിയിട്ടാണ് പിന്നെ പോസ്റ്റ് ഡോക്ടറൽ തരുന്നത്. ടീച്ചിങ് ഫാക്കൽറ്റി ആയിട്ടും പോസ്റ്റ് ഡോക്ടറൽ ആയിട്ടും ഒരുമിച്ചിട്ടാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് പിന്നെ അവരെ ഡയറക്റ്റ് കോളേജിൽ അപ്രോച്ച് ചെയ്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് അവർ ഇൻഫർമേഷൻ തരില്ലേ മാം? ഡിപ്പാർട്ട്മെന്റിലോ? ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ, ഏതൊക്കെ PhD-ക്കാണോ? അതെ, PhD-ക്ക് തന്നെ. PhD-ക്ക് ഇപ്പൊ അപേക്ഷിക്കണം. DAT-ക്ക് അപേക്ഷിക്കേണ്ട സമയമാണ്. അതിന് അപ്ലൈ ചെയ്തോളൂ. അപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള, പിന്നെ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് നേരിട്ട് പോവാനോ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചും കൂടെ കിട്ടും. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടോന്ന് അറിയാനാ? എനിക്ക് എഡ്യൂക്കേഷൻ ആണ് മാം, ഞാൻ ഒന്നും കൂടി പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അറബിക് ലാംഗ്വേജ് സബ്ജക്ട്സുകളിലുള്ള നമുക്ക് ഇപ്പൊ ലാംഗ്വേജിൽ PG ചെയ്ത ആൾക്കും നമ്മുടെ ഇപ്പം ഇൻട്രസ്റ്റിനനുസരിച്ചുകൊണ്ട് PhD നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കും? ചെയ്യാം. യെസ്, എടുക്കാം. ലാംഗ്വേജ് എന്നുള്ളത് അല്ല, ലാംഗ്വേജ് അതിനകത്തുണ്ട്. എഡ്യൂക്കേഷൻ എന്നുള്ളത് ഞാൻ അതിൽ കാണുന്നില്ല. ഓക്കെ. ഇപ്പം DAT-ക്ക് നെറ്റ് ഉണ്ടോ? നെറ്റ് കിട്ടിയോ? നെറ്റ് കിട്ടിയിട്ടില്ല മാം. ഞാനിപ്പോ ഇവിടെ നെറ്റ് കിട്ടിയിട്ടില്ല. നെറ്റിന് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ DAT-ക്ക് അപ്ലൈ ചെയ്യൂ. ഓക്കെ. നെറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ DAT-ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഒന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമല്ലോ DAT-യിൽ. അത് നമുക്ക് വെയിറ്റേജ് ആണല്ലോ വരുന്നത്. റിട്ടൺ ടെസ്റ്റിന്റെ 70%, ഇന്റർവ്യൂ 30%, പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ DAT വഴി എടുക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാമിനേഷൻസിന്റെ സ്കോർ ഉണ്ടെങ്കിൽ അതിനൊരു 10, 5 അങ്ങനെ 3-4 വെയിറ്റേജുകൾ കൊടുത്തിട്ടാണ് എടുക്കുന്നവര്. പിന്നെ ഏതെങ്കിലും ഒരു ഇയാൾക്ക് ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ലാംഗ്വേജിന്റെ എഡ്യൂക്കേഷനിലെ ലാംഗ്വേജിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ കോൺടാക്ട് നമ്പർ ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ വിളിക്കാം. ലീഗൽ സ്റ്റഡീസ്, മാനേജ്മെന്റ് സ്റ്റഡീസ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ലാംഗ്വേജ് സ്റ്റഡീസ്. ഞാനിനി എനിക്ക് പിന്നെ കൂടുതൽ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ മാമിനെ കോൺടാക്ട് ചെയ്യാം. ഷുവർ. എൻവയൺമെന്റ്, ഫോറിൻ ലാംഗ്വേജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് ഉണ്ട്. അവിടെ ആ നമ്പറിൽ വിളിച്ചു നോക്കൂ, ജനറൽ ആയിട്ടല്ലെങ്കിൽ. 6282 വേണേ നോട്ട് ചെയ്തോളൂ നമ്പർ.
6282167298. 7298. Okay. 6282167298. Yeah. 10 അതെ Okay. വിളിച്ചോളൂ കേട്ടോ. ഓക്കെ. എനിവേ okay, ma'am. നെസ്ല നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Yes, ma'am. Wind up, yeah. Okay. താങ്ക് യു സോ മച്ച് മാം. നമ്മൾ ഇന്നത്തെ ഈ ടോപ്പിക് ഇത്രയും എലാബറേറ്റ് ചെയ്തിട്ട് ഡീപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചു തന്നു. അത് മാത്രമല്ല എല്ലാവരുടെ ഡൗട്ട്സും ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിലും കൂടുതലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചും ടോപ്പിക്സിനെ കുറിച്ചും അറിയണമെങ്കിൽ റംല മാം മലപ്പുറം സിജിയിൽ അവൈലബിൾ ആയിരിക്കും Monday to Saturday. അതേപോലെ കാലിക്കറ്റ് സിജിയിലും നമുക്ക് ജനറൽ കൗൺസിലിംഗ് അവൈലബിൾ ആണ്. താങ്ക് യു സോ മച്ച് മാം.